വിശദമായ വാർത്തയിലേക്ക് നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. വൻ പ്രചാരണം നടന്നിട്ടും പാലക്കാട് പോളിംഗ് കുറഞ്ഞതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആശങ്കയാണ്. പോളിംഗ് കുറഞ്ഞത് ബാധിക്കില്ലെന്ന് മൂന്ന് മുന്നണി നേതൃത്വങ്ങളും അവകാശപ്പെടുന്നുണ്ടെങ്കിലും തങ്ങളുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായോ എന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത അവസ്ഥയിലാണ് മുന്നണികൾ. ശക്തി മേഖലകളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായോ എന്ന പരിശോധനയിലേക്കും കണക്കെടുപ്പിലേക്കും കടക്കുകയാണ് നേതൃത്വങ്ങൾ. ഇതിനിടെ പതിവ് പോലെ പാലക്കാട് വോട്ട് കച്ചവട ആരോപണ സാധ്യതയുമുണ്ട്. ടി.ജി. സജിത്താണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ വോട്ട് പെട്ടിയിലായിരിക്കുന്നു. ഈ ഒരു ചെറിയ ശതമാനത്തിന്റെ കുറവ് കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടായിരിക്കുന്നു. ആ പോളിംഗ് കുറഞ്ഞതിലുള്ള ആശങ്ക എങ്ങനെയാണ് മുന്നണികൾ പ്രകടിപ്പിക്കുന്നത്? ആത്മവിശ്വാസം ഏത് രീതിയിലാണ് ഓരോ മുന്നണിയുടെ? അതാണ് പാലക്കാട് പോളിംഗ് കുറഞ്ഞതിലുള്ള ആശങ്ക മുന്നണികൾക്ക് ഉണ്ട് എങ്കിലും ബാധിക്കില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് മൂന്ന് മുന്നണികളും. നഗരമേഖലകളിൽ ഉണ്ടായ കൂടുതൽ പോളിംഗ് അത് NDAക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് NDA മുന്നണി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ടി.ജി. സജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജിത്ത്, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലാണ് കൂട്ടിക്കിഴിക്കലുകൾ നടക്കുന്നത് പാലക്കാട്? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു വലിയ പരസ്യ പ്രചരണം അവസാനിച്ച് വോട്ടെടുപ്പിന്റെ ദിനങ്ങൾ പൂർത്തിയായി പാലക്കാട് ഇന്നൊരു ശാന്തമായ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ ദിവസത്തെ പാലക്കാടിന്റെ ഓരോ ദിവസത്തെയും പ്രഭാതങ്ങളും ഒപ്പം തന്നെ പകൽ നേരങ്ങളുമൊക്കെ എത്ര വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കും വലിയ പ്രചരണങ്ങൾക്കുമൊക്കെ ഇടവച്ച ശേഷം എന്തായാലും അത് അവസാനിച്ചിരിക്കുന്നു. ആ സസ്പെൻസ് കഴിഞ്ഞിരുന്നു. ഇനി കണക്കെടുപ്പിന്റെ ദിവസങ്ങളാണ്. കണക്കെടുക്കാൻ ഇനിയുള്ള ദിവസങ്ങൾ അത് വേഗത്തിൽ എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന കാര്യമാണ് മുന്നണി നേതൃത്വങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ അശ്വതി, എല്ലാവരെയും ആശങ്കയിലായിരുന്ന ഒരു കാര്യം, ഈ പ്രചരണം അവസാനിച്ച് അതിന്റെ എല്ലാ ആവേശവുമായി ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ പ്രതീക്ഷിച്ച ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് ഉയർന്നില്ല എന്നതാണ്. അതായത് 75% 2021 രേഖപ്പെടുത്തിയ പോളിംഗ്. പക്ഷേ അത് 5% കുറവാണ് നിലവിലുള്ള കണക്ക് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം, ചില കണക്കിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായേക്കാം. എന്നിരുന്നാൽ പോലും വലിയ പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് രേഖപ്പെടുത്തി. ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളെ കുഴയ്ക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കണക്കെടുപ്പ് അസാധ്യമാണ്, പ്രവചനാതീതമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ്. പ്രത്യേകിച്ച് തങ്ങളുടെ മേഖലകളിൽ നിന്നും, തങ്ങളുടെ ശക്തി മേഖലകളിൽ നിന്നും വോട്ട് ചോർച്ച ഉണ്ടായോ എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുന്നണി നേതൃത്വങ്ങൾ. ഇന്നലെ ഈ വോട്ടെടുപ്പിന് ശേഷം മൂന്ന് മുന്നണികളും ഒരേപോലെ പ്രതികരിച്ചത് തങ്ങൾക്ക് വോട്ട് ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല, തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്ന കാര്യമാണ്. പക്ഷേ അതത്ര അങ്ങ് ഉറപ്പിച്ചു പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പാലക്കാട് ഇത്തവണ ഈ കണ്ണാടി പഞ്ചായത്തിൽ വ്യാപകമായ പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സൂചനയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ 2021 പാലക്കാട് 75% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ കണ്ണാടി പഞ്ചായത്തിൽ മാത്രം അത് 78% പോളിംഗ് ആയിരുന്നു. പക്ഷേ ഇത്തവണ അത് 70%-മായി കണ്ണാടി പഞ്ചായത്തിലെ പോളിംഗ് കുറഞ്ഞു. അത് എന്തെങ്കിലും സൂചനകളാണോ, എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നത് പൊതുവിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്ര വലിയ പ്രചരണം നടന്നിട്ടും അത് ജനങ്ങളെ സ്വാധീനിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ആ വോട്ട് ചോർച്ച ഉണ്ടായത് എവിടെയാണ്? അത് ആർക്ക് ഗുണമുണ്ടാക്കും, ആർക്ക് നഷ്ടമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു കണക്കെടുപ്പ് എടുത്താൻ കഴിയുന്നില്ല. പ്രാദേശികമായി ഇന്നലെ ചില കണക്കെടുപ്പുകൾ മുന്നണി നേതൃത്വങ്ങൾ എടുത്ത് ചില കണക്കുകളൊക്കെ നമുക്ക് മുന്നിൽ അനൌദ്യോഗികമായി അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ അവർ ശുഭപ്രതീക്ഷയിലാണ്. പക്ഷേ ഇന്ന് വാർഡ് തരത്തിലുള്ള കണക്കെടുപ്പുകൾ ശേഖരിക്കും. എന്തായാലും അത്തരം നീക്കങ്ങൾ നമുക്ക് ഇന്ന് പകൽ ദിനം പ്രതീക്ഷിക്കാം. ഒപ്പം രാഷ്ട്രീയ വിവാദങ്ങളും ഒട്ടും കുറവല്ല. കാരണം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ എപ്പോഴും വിവാദത്തിലാക്കിയിരിക്കുന്നത് വോട്ട് കച്ചവട ആക്ഷേപമാണ്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും അതിന്റെ ലക്ഷണം കാണുന്നുണ്ട്. ഇന്നലെ കെ. സുരേന്ദ്രൻ ഈ വോട്ടെടുപ്പ് പൂർത്തിയായ തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് വലിയ തരത്തിൽ ചർച്ചകൾക്ക് ഇടവെക്കുന്നുണ്ട്. ഇന്ന് അതിന്റെ തുടർ ചർച്ചകളും നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് BJPയുടെ വിജയം പ്രവചിക്കുന്ന അദ്ദേഹം 2ാം സ്ഥാനത്ത് ഇടതുമുന്നണി എത്തുമെന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന BJPയുടെ വാദത്തിൽ എന്ത് കഴമ്പുണ്ട്, എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേന്ദ്രൻ അങ്ങനെ പറയുന്നു എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അതിൽ വോട്ട് കച്ചവട ആക്ഷേപമായി തന്നെ അത് മാറാൻ സാധ്യതയുണ്ട്. 9 മണിക്ക് അല്പസമയം കഴിയുമ്പോൾ ഷാഫി പറമ്പിലും ഒപ്പം തന്നെ VK ശ്രീകണ്ഠനും കൂടി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സുപ്രധാനമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നലത്തെ വോട്ടെടുപ്പിന് ശേഷം
ഇന്ന് പകൽ ദിനം നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത് പാലക്കാടെ തുടർ ചർച്ചകളാണ്, രാഷ്ട്രീയ വിവാദങ്ങളാണ്. അതുകൊണ്ട് പാലക്കാട് മുഖ്യധാരയിൽ തന്നെ ഉണ്ടാവും ഇന്നത്തെ ഒരു പകൽ ദിനവും. ഇന്നത്തെ പറഞ്ഞുപോയ കെ സുരേന്ദ്രന്റെ പ്രതീക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൂടി ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതില്ലേ? വോട്ട് കച്ചവട ആരോപണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതൊരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൃത്യമായി സാധാരണയായി ഉണ്ടാകുന്ന കാര്യവുമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കെ സുരേന്ദ്രൻ പോളിംഗ് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇട്ട ആ പോസ്റ്റ്, വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ, പാലക്കാട് വിജയം NDAക്ക്, 3ാം സ്ഥാനത്ത് UDF എന്ന ആ പോസ്റ്റ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട സമയം കൂടിയല്ലേ? അത്രത്തോളം ആത്മവിശ്വാസം NDAക്ക് പാലക്കാടുണ്ടെന്ന് പറയുമ്പോൾ ഈ പോളിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനെ എങ്ങനെ വായിക്കാം? തീർച്ചയായും അത് എന്തുകൊണ്ടാണ് BJP അത്ര കോൺഫിഡൻസ് വച്ചു പുലർത്തുന്നത് എന്നതാണ് എതിർച്ചേരി ഉന്നയിക്കുന്ന ആക്ഷേപം. മാത്രമല്ല, 2ാം സ്ഥാനത്തേക്ക് ഇടതുപക്ഷം വരും എന്ന വാദം എങ്ങനെ ഉന്നയിക്കാൻ കഴിയുന്നു എന്നതാണ് ചോദ്യം. അവിടെ BJP CPM വോട്ട് ധാരണയിൽ ആണോ നീക്കങ്ങൾ നടന്നത്, വോട്ട് കച്ചവടം നടന്നോ എന്ന ആക്ഷേപം മറുചേരിയും ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ CPM കേന്ദ്രങ്ങൾ ഉന്നയിച്ച ഒരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. അതായത്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ചില ബൂത്തുകളിൽ കോൺഗ്രസ് പ്രവർത്തകർ പോളിംഗിന് ഉണ്ടായിരുന്നില്ല. അവർ പോളിംഗ് ഡ്യൂട്ടിയിൽ നിന്ന്, പോളിംഗ് ചുമതലകളിൽ നിന്ന് അവർ മാറി നിന്നു, പിന്നോട്ട് വലിഞ്ഞു നിന്നു എന്ന ആക്ഷേപം CPM ഉന്നയിച്ചു കഴിഞ്ഞു. ആ ആക്ഷേപം CPM ഉന്നയിക്കുന്നതിന് പിന്നിൽ ഒരു വോട്ട് കച്ചവട ആക്ഷേപമായി തന്നെ അത് മാറുമോ എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നീക്കം CPM തുടക്കമിട്ട് കഴിഞ്ഞു. ഇന്ന് രാവിലെ ഇപ്പം ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനുമൊക്കെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയത്തിൽ അവരും എടുക്കാൻ പോകുന്ന നിലപാട് പ്രസക്തമാണ്. അതുകൊണ്ട് പാലക്കാട് പറഞ്ഞു വെച്ചിരിക്കുന്ന രാഷ്ട്രീയം വലിയ തുടർ ചർച്ചകൾക്ക് ഇടവെക്കുന്നതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് തുടർ ചർച്ചകൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഇടവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാലക്കാട് പോളിംഗ് ശതമാനം അത് ആരെ സ്വാധീനിച്ചിട്ടുണ്ട്, ആർക്ക് ഗുണപ്പെട്ടിട്ടുണ്ട്, ആർക്ക് നഷ്ടമുണ്ടാക്കി എന്നതാണ് കണക്കെടുപ്പിൽ വ്യക്തമാവാത്ത കാര്യം. BJPയും കോൺഗ്രസും CPM ഒക്കെ ഒരേപോലെ അവകാശപ്പെടുന്നത് തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. പക്ഷെ അത്തരം സംവിധാനം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം, 2013 നടക്കേണ്ട വോട്ടെടുപ്പാണ് 20ലേക്ക് മാറ്റിയത്. അതിന് കാരണമായി പറയുന്നത് ഇവിടുത്തെ വോട്ടർമാർക്ക് കൂടുതലായി പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഈ കൽപ്പാത്തിയിലെ രഥോത്സവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ്. അത്ര 7 ദിവസം കൂടി നീക്കിവെച്ച വോട്ടെടുപ്പ് കൊണ്ടും ഇവിടെ ഫലമുണ്ടായില്ല, പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നത് വസ്തുത കൂടി വരുന്നുണ്ട്. കൽപ്പാത്തിയുടെ കണക്കെടുക്കുമ്പോൾ കൽപ്പാത്തി ബൂത്തുകളിലും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അവിടെ ഈ തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചതൊന്നും പോളിംഗിൽ ഗുണപ്പെട്ടിട്ടില്ല, അത് പ്രതിഫലിച്ചിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ആർക്ക് നഷ്ടമുണ്ടാക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആർക്കും മുന്നണി നേതൃത്വങ്ങൾ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ആത്മവിശ്വാസം പറയുന്നത് പോലെ തികഞ്ഞ ഉറപ്പിൽ അവർക്കൊന്നും ഈ കണക്കെടുപ്പ് നടത്തി അവതരിപ്പിക്കാൻ വിഷയങ്ങൾ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. ഇന്നലെ വൈകിട്ട് വെണ്ണക്കര എന്ന ബൂത്തിൽ ഉണ്ടായ ഒരു സംഘർഷമുണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടം എത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കം, ആ തർക്കം അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തായാലും ഈ വിഷയമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ ബദൽ നീക്കം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നു. അതാണ് സജിത്ത്, ഈ മുന്നണികൾ അവരുടെ കൂട്ടിക്കിഴിക്കലുകൾ നടത്തുമ്പോൾ അവിടെ നിന്ന ഒരാളെന്ന നിലയിൽ, ഇലക്ഷന്റെ സമയത്ത് തുടക്കം മുതൽ അവിടെ നിന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് സജിത്ത് ഈ ഒരു പോളിംഗ് ശതമാനത്തെ കാണുന്നത്? ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ശതമാനം കണക്കെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നഗരസഭാ മേഖലകളിൽ BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ മേഖലകളുടെ അടിസ്ഥാനത്തിൽ പോളിംഗ് ശതമാനം കണക്കാക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഏകദേശം ഒരു അനുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്? അശ്വതി, ഇവിടെ പൊതുവിൽ പാലക്കാട് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരുന്ന ഇടമാണ്, വലിയ ജനാധിപത്യ ബോധമുള്ള വോട്ടർമാരുള്ള ഇടമാണ്. അതൊക്കെയാണ് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ നമുക്കുണ്ടായ അനുഭവം. 2021 ഏറ്റവും ഒടുവിലും ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയ ശ്രീധരൻ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിലാണ് 75% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ഒടുവിൽ നടന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 70% പോളിംഗ് ആയിട്ട് പാലക്കാട് കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതു ശരാശരിക്കൊപ്പം അന്ന് പാലക്കാട് ഉണ്ടായിരുന്നു എന്നതും വസ്തുതയാണ്. പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് പാലക്കാട് ഈ പ്രചരണം നടന്നപ്പോൾ പോളിംഗ് ശതമാനം ഉയരുമെന്നത് തന്നെയാണ്. പക്ഷെ അത് സംഭവിച്ചില്ല എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ അത് കുറഞ്ഞതിന്റെ കാരണം തേടൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നിൽ ഒരു വലിയ പ്രതിസന്ധിയെ തന്നെ ഉണ്ടാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കണക്കെടുപ്പ് നടത്തിയാൽ പാലക്കാടിന്റെ നഗരമേഖലകളിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അത് 70% തന്നെയാണ് ആ പോളിംഗ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കെടുപ്പിലും അങ്ങനെയാണ്. കണ്ണാടി പഞ്ചായത്തിലെ പോളിംഗ് ശതമാനം കുറഞ്ഞ ഒരു പക്ഷേ പ്രത്യേകം പരിശോധിക്കപ്പെട്ടേക്കാം. കണ്ണാടി പഞ്ചായത്ത് പൊതുവിൽ CPMന് ആധിപത്യമുള്ള, CPMന്റെ ശക്തി മേഖലയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ പോളിംഗ് ശതമാനം കുറഞ്ഞത്
ആരുടെ വോട്ടുകളിലാണ് നഷ്ടമുണ്ടാക്കിയത്, ആർക്കത് ഗുണപ്പെടുമെന്ന പ്രസക്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടുകൂടി ഈ കണക്കെടുപ്പ് സങ്കീർണമാക്കുന്നത് ഒരുപക്ഷെ പ്രാദേശിക തലത്തിലുള്ള കണക്കുകൾ കൂടുതലായി ശേഖരിക്കപ്പെട്ടേക്കാം. പക്ഷേ ഈ കണക്കെടുപ്പുകൾ എത്ര കണ്ട് ശരിയാകുമെന്ന വിഷയം കൂടിയുണ്ട്. ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം അത് ആരെ തുണയ്ക്കുമെന്നതിൽ കൃത്യമായ ഒരു വിലയിരുത്തലിലേക്ക് മുന്നണി നേതൃത്വങ്ങൾക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ മുന്നണികളുടെ പ്രതീക്ഷ നമുക്ക് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അവകാശപ്പെടുന്നത് 10,000-ന് മുകളിൽ ഭൂരിപക്ഷമാണ്. രാഹുൽ മാങ്കൂട്ടം 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന് അവർ അവകാശപ്പെടുന്നു. അതേസമയം സരിൻ ഇത്തവണ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്ന് അവർ പറയുന്നു. അതായത് 35,000 വോട്ടുകൾ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കിട്ടിയെടുത്ത് ഇത്തവണ അത് 70,000 വോട്ടുകളായി വർദ്ധിപ്പിക്കുമെന്നാണ് ഇടതു ക്യാമ്പും സരിനുമൊക്കെ അവകാശപ്പെടുന്നത്. അത് ഫലിക്കുമോ കണ്ടറിയാം. ഒപ്പം തന്നെ ഇത്തവണ BJPയുടെ അവകാശവാദം അവരുടെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല, മറിച്ച് കൂടുതൽ വോട്ടുകളെ സമാഹരിക്കാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ വിജയിച്ചു കയറും. ഇതാണ് ഈ മൂന്ന് നേതൃത്വങ്ങൾ അവകാശപ്പെടുന്ന കാര്യം. പക്ഷേ ആരുടെ കണക്കാണ് വ്യക്തമാവുന്നത് എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ പോളിംഗ് ശതമാനത്തിനുണ്ടായ കുറവാണ്. ഒരുപക്ഷെ പോളിംഗ് ശതമാനം 75% അതിന് മുകളിലേക്കോ ഉയർന്നിരുന്നെങ്കിൽ പുതിയ സാഹചര്യത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകൾ, പുതിയതായി വോട്ടർ പട്ടികയിൽ എത്തിയ വോട്ടർമാരുടെ എണ്ണം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർക്കൊരു ഏറെക്കുറെ കൃത്യമായ ഒരു കണക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നേനെ. പക്ഷേ ഈ പോളിംഗ് ശതമാനത്തിൽ അതല്ല സംഭവിച്ചിട്ടുണ്ട്, കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഈ പ്രാദേശികമായി എങ്ങനെ ഈ കണക്ക് ശേഖരിക്കാമെന്നതിൽ ഈ തങ്ങൾ പുതിയതായി ചേർക്കപ്പെട്ട വോട്ടുകൾ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ടോ, പോൾ ചെയ്തിട്ടുണ്ടോ എന്ന പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൃത്യമായി തന്നെ ഇവിടെ ശേഖരിക്കപ്പെട്ടേക്കാം. അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ അത്തരം കണക്കെടുപ്പിലേക്ക് തന്നെ കടക്കുമെന്ന് കരുതാം. മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3 മുന്നണികൾക്കും കൃത്യമായ സംഘടനാ സംവിധാനമുള്ള ഒരു ഇടമാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ കണക്കെടുപ്പൊക്കെ അവർക്ക് വേഗത്തിൽ നടത്തിയേക്കാം. അതിന്റെ കൂട്ടിയും കിഴിക്കലുമുള്ള തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകളായിരിക്കും ഇന്നത്തെ ഒരു പകൽ ദിനത്തെ നിർണായകമാക്കുക. അശ്വതി, അതാണ് സൈത്, നമ്മളിപ്പോൾ UDF-ന്റെയും NDA-യുടെയും പ്രതീക്ഷകൾ നമ്മൾ പറഞ്ഞു, കൂട്ടിക്കിഴിക്കലുകൾ നമ്മൾ പറഞ്ഞു. ഇടതുപക്ഷത്തേക്ക് എത്തുമ്പോൾ LDF-ന്റെ ഒരു പ്രതീക്ഷ അത് എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ വിലയിരുത്തലുകൾ ഏത് രീതിയിലാണ്? സ്ഥാനാർത്ഥി നിർണയം മുതൽ വലിയ ചർച്ചയായ പാലക്കാട് എന്താണ് LDF പ്രതീക്ഷിക്കുന്നത്? അശ്വതി, അത് വളരെ പ്രസക്തമാണ്. കാരണം ഇടതുപക്ഷം 3ാം സ്ഥാനത്ത് പോയിരുന്ന ഒരു മണ്ഡലമാണ്. എന്നും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നഷ്ടമുണ്ടാവുന്ന ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. പക്ഷേ ഇത്തവണ അവർക്ക് ഈ സരിനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞതോടെ മത്സര രംഗത്തേക്ക് വലിയ രീതിയിൽ കുതിച്ചു കയറാൻ കഴിഞ്ഞുവെന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്നുണ്ട്. CPM നേതൃത്വം അത്തരം കണക്കുകളും അവകാശവാദങ്ങളും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ രീതിയിൽ ഇടതുപക്ഷം അവരുടെ വോട്ടുകൾ വിജയത്തിനപ്പുറം തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതായിരുന്നു കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം സംസ്ഥാനത്ത് ഭരണം പിടിക്കുമ്പോഴും പാലക്കാട് 3ാം സ്ഥാനത്ത് പോകുന്നു എന്നൊരു ദുർഗതി ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സരിൻ സ്ഥാനാർത്ഥിയായി വന്നതോടെ മത്സരത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നു. ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം സരിൻ എന്ന സ്ഥാനാർത്ഥിക്ക് സ്വയം ആർജിക്കാൻ കഴിയുന്ന വോട്ടുകളും കൂടി ചേരുമ്പോൾ ഇത്തവണ ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന അവകാശവാദമാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ ഏറെക്കുറെ അതുപോലെ സംഭവിച്ചു എന്ന കാര്യം വോട്ടെടുപ്പിന് ശേഷം അവർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ അവകാശപ്പെടുന്നത് പോലെ ആ രീതിയിൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നതാണ് അവരും അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് സരിൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ പാലക്കാട് മത്സരിച്ചത്. അതുകൊണ്ട് കൂടി തന്നെ നിഷ്പക്ഷ വോട്ടുകളെയും കോൺഗ്രസ് അനുകൂല വോട്ടുകളെയും രാഹുൽ മാങ്കട്ടത്തിന്റെ സ്ഥാനാർത്ഥ്യത്തിന് എതിരുള്ള കോൺഗ്രസ് വോട്ടുകളെയൊക്കെ അത് സ്വാധീനിച്ചിരിക്കാം. അത് സരിൻ അനുകൂലമായിരിക്കാം. ഇതൊക്കെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷകൾ. അതുകൊണ്ട് ഇത്തവണത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇനി വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കൂടിയും തങ്ങൾക്ക് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പായി പാലക്കാട് മാറും എന്ന് തന്നെ ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. അവരുടെ അവസാനവട്ട കണക്കെടുപ്പിലും അവർ അവകാശപ്പെടുന്നതും അതുതന്നെയാണ്. ശരി, TG സജിത്താണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ചെങ്കോൽ, ഈ പുഴയും കടന്ന് തുടങ്ങി 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാറും ന്യൂസ് ഡെസ്കിൽ നിന്നും ഹരികൃഷ്ണനും ചേരുകയാണ്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 6-നാണ് അദ്ദേഹത്തെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഒപ്പം ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം വഷളായ അവസ്ഥയിലുമായിരുന്നു. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ മൃതദേഹം ഷൊർണൂരിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഷൊർണൂരിലാണ് താമസിക്കുന്നത്. മേഘനാഥൻ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സ്വന്തം അസ്തിത്വത്തിനപ്പുറം വിഖ്യാതനായ നടൻ ബാലചന്ദ്രൻ നായരുടെ മകൻ എന്ന പേരിൽ കൂടിയാണ്
അദ്ദേഹം പ്രശസ്തി ആർജിച്ചത്. ഒരു കാലത്ത് വില്ലൻ വേഷങ്ങളിൽ ഒരു അവസാന വാക്ക് എന്ന രീതിയിൽ ഉയർന്നു വന്നിരുന്ന ഒരു പ്രതിഭ കൂടിയാണ് അദ്ദേഹം. ചെങ്കോൽ ഈപ്പുഴയും കടന്നു തുടങ്ങി 50-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 1983 പുറത്തിറക്കിയ അസ്ത്രം എന്ന ചിത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായി പറയുന്നത്. പിന്നീട് പഞ്ചാഗ്നി, ചമയം, രാജധാനി, ഭൂമിഗീതം, ചെങ്കോൽ, മലപ്പുറ ഹാജി, മഹാനായ ജോജി, പ്രായക്കര പാപ്പാൻ, ഉദ്യാന ബാലകൻ, ഉല്ലാസ പൂങ്കാറ്റ്, രാഷ്ട്രം, കുടമാറ്റം, വാസലക്ഷ്മിയും പിന്നെ ഞാനും, വാസ്തവം തുടങ്ങി ഒരു പിടിയിലധികം ഹിറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് വേഷം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൊണ്ണൂറിലെ വസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോയിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി സംസ്കാരം നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഭാര്യ സുസ്മിത, മകൾ പാർവതി എന്നിവരാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അദ്ദേഹം ഈ സിനിമ അഭിനയത്തിനൊപ്പം നിരവധി സീരിയലുകളിലും പ്രധാനമായ റോളുകൾ കൈകാര്യം ചെയ്ത ഒരു ആൾ കൂടിയാണ്. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഹരികൃഷ്ണൻ കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. ഹരി, മേഘനാഥൻ എന്ന നടനെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന കുറേയധികം വില്ലൻ കഥാപാത്രങ്ങളുണ്ട്. അത്രത്തോളം വെറുപ്പ് തോന്നുന്ന രീതിയിൽ അഭിനയിപ്പിച്ചത് അത്രയും ഫലിപ്പിച്ച് മലയാളികൾക്ക് മറക്കാനാകാത്തൊരു നടനാണ് നമ്മെ വിട്ടുപിരിയുന്നത്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ? അശ്വതി, അത് തന്നെയാണ് വെറുപ്പിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങൾ. അത് തന്നെയാണ് മേഘനാഥനെ സംബന്ധിച്ചിടത്തോളം മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രധാനമായും ഓർത്തിരിക്കുന്ന ഒരു റോളുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അച്ഛൻ ബാലൻ കെ നായരുടെ വില്ലൻ വേഷങ്ങളൊക്കെ തന്നെ മലയാളികൾക്ക് അത്രയധികം സുപരിചിതമാണ്. അതനുസരിച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു ക്യാരക്ടർ ഗ്രാഫും സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റോളുകളെന്നും എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും. 1983 റിലീസായ അസ്ത്രമാണ് ആദ്യ സിനിമ. പക്ഷേ അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച സിനിമകളിൽ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ 90കളിലും 2000ലും ഒക്കെയായി അദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ തന്നെ പ്രധാനമായും വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നു. അതും സാധാരണ വില്ലൻ വേഷങ്ങളല്ല, പ്രധാനമായും വെറുപ്പിക്കുന്ന തരത്തിൽ, അത്രയധികം ആ ക്യാരക്ടറിനോട് പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്ന തരത്തിൽ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിന് പ്രധാനമായും സാധിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പുഴയും കടന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെങ്കോലിലെ കഥാപാത്രമായ കീരിക്കാടൻ സണ്ണി ആയിക്കോട്ടെ, ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ അത്രയധികം വില്ലത്തരം കാണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ നിന്ന്, പ്രത്യേകിച്ച് അദ്ദേഹം ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായ വേഷങ്ങളിലേക്ക് അദ്ദേഹം മാറുകയും ചെയ്തു. സ്വഭാവ നടനായും അദ്ദേഹം പിന്നീട് തിരിയുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. മലയാള സിനിമകൾക്ക് പുറമെ അദ്ദേഹം തമിഴിലും ചില ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. അതിൽ വേണ്ട രീതിയിലുള്ള ഒരു പ്രശംസ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും തമിഴിലേക്കും അദ്ദേഹം ചുവടുവയ്ക്കുന്നൊരു സാഹചര്യം മാറി. പിന്നീട് അദ്ദേഹം പരമ്പരകളിലേക്ക്, സീരിയൽ പരമ്പരകളിലേക്ക് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഹരി, നമ്മൾ ആ സമയത്തൊന്ന് എടുത്തു പറയേണ്ടത്, ആ വില്ലൻ വേഷങ്ങളിൽ അത്രത്തോളം വെറുത്ത ആ കഥാപാത്രം പിന്നീട് ആക്ഷൻ ഹീറോ ബിജുവിലേക്കുള്ള ആ കഥാപാത്രത്തെയൊക്കെ കണ്ടപ്പോൾ നമ്മളെ കരയിക്കുകയും ചെയ്തു മേഘനാഥൻ. തീർച്ചയായും. ഇപ്പോൾ എടുത്ത് സൂചിപ്പിക്കുന്നത് നിവിൻ പോളി എബ്രിഡ് ചിത്രമായ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലാണ്. ആ സിനിമയിൽ ആകൊരൊറ്റ സീനാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ ആ സീൻ അദ്ദേഹത്തിൻ്റെ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായി മാറുകയും ചെയ്യപ്പെട്ടു. അത് നമ്മൾ വില്ലൻ വേഷമല്ലാതെ ഒരു ക്യാരക്ടർ റോളായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ആ സമയത്ത്, പ്രത്യേകിച്ച് ആ സീൻ കണ്ട പ്രേക്ഷകർക്ക് അത്രയധികം കണ്ണീരണിയിക്കുന്ന രീതിയിലാണ് അത് ആ കഥാപാത്രം അദ്ദേഹം മാറ്റിയെടുത്തത്. അപ്പോൾ അത്രയധികം രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വൈരുദ്ധ്യം, ഒരു മൊത്തത്തിലൊരു വേഴ്സ്റ്റാലിറ്റിയൊക്കെ എടുത്തു സൂചിപ്പിക്കുന്ന ഒരു കഥാപാത്രവും കൂടിയായിരുന്നു അത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആ ഒറ്റ സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് വലിയ രീതിയിലുള്ള കയ്യടി നേടാൻ സാധിക്കുകയും ചെയ്തു. പ്രധാനമായും വില്ലൻ വേഷങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെറുപ്പ് തോന്നിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് പിന്നീട് സീരിയൽ റോളുകളിലൊക്കെ, പ്രത്യേകിച്ച് പരമ്പരകളിലൊക്കെ തന്നെ വിവിധമായ വേഷങ്ങൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. സിനിമയിൽ അപ്പുറം നിന്നുകൊണ്ട് ഈ പരമ്പരകളിൽ നിന്ന് വില്ലൻ വേഷങ്ങൾ മാറിക്കൊണ്ട് സ്വഭാവ നടനായും കൂടി സാധാരണ പ്രേക്ഷകർക്കിടയിൽ, അതായത് ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിലേക്കും അദ്ദേഹത്തിന് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ 1983 തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കരിയറിൽ 50 സിനിമകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം 44 വർഷത്തോളമുള്ള അഭിനയ പാരമ്പര്യം ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ രീതിയിൽ 50 സിനിമകൾ മാത്രമാണ്, 50-ലധികം സിനിമകളിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയത് എന്നുള്ളതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. പല വില്ലൻ വേഷങ്ങളിലും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള സീനുകളുടെ എണ്ണവും വളരെ കുറവാണ്. പക്ഷേ ലഭിച്ചിരിക്കുന്ന സീനുകളിൽ അദ്ദേഹം എത്രമാത്രം കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് മേഘനാഥൻ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലൊക്കെ തന്നെ അസുഖങ്ങൾ മൂർച്ഛിക്കുന്നൊരവസ്ഥയിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നാളുകളായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നൊരവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അഭിനയ ജീവിതം പൂർണ്ണമായി മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ എന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിലേക്ക് മേഘനാഥൻ എന്ന നടൻ എന്നും ഓർക്കപ്പെടും. അശ്വതി. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മേഘനാഥൻ ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇന്ന് ഷൊർണൂരിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കും.
ഇന്നലെ കളമശ്ശേരിയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഗ്യാസ് ടാങ്കർ ഉയർത്തി. പുലർച്ചെയോടെ ക്രെയിൻ എത്തിച്ചാണ് ടാങ്കർ ഉയർത്തിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള വാതകം നിറച്ച ടാങ്കറാണ് മറിഞ്ഞത്. ഇരുമ്പനത്തെ BPCL പ്ലാന്റിൽ നിന്നും ഗുജറാത്തിലേക്ക് പോവുകയായിരുന്നു. കളമശ്ശേരി TVS ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. ഡ്രൈവർ ക്യാബിൻ എത്തിച്ച ശേഷം ടാങ്കർ ഇരുമ്പനത്തേക്ക് തിരിച്ചു കൊണ്ടുപോകും. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞിരിക്കുകയല്ലേ? തീർച്ചയായും വെച്ചത് അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ അർദ്ധരാത്രിയാണ് ഇത് ബുള്ളറ്റ് ടാങ്കർ ഇവിടെ മറിയുന്നത്. വലിയ രീതിയിൽ ആശങ്ക ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് അതിൽ 20 ടണ്ണോളം ഗ്യാസ് അതിൽ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അതേസമയം അത് പരിശോധിക്കുമ്പോൾ അതിന് ലീക്കേജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യത്തിലേക്ക് പോകില്ല. പിന്നീട് ഈ ടാങ്കർ ഉയർത്തി അവിടെ നിന്ന് നീക്കം ചെയ്യാമെന്നൊരു കണക്കുകൂട്ടൽ തന്നെയായിരുന്നു കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ അത് ഉയർത്തുന്നതിന് വലിയ ക്രെയിൻ അടക്കം BPCL നിന്ന് എത്തിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നീട് BPCL അധികൃതർ ഇവിടെ എത്തുകയും ആദ്യം അതിൻ്റെ ഒരു ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. പിന്നീട് പുലർച്ചയോടുകൂടിയാണ് ടാങ്കർ ഉയർത്താനുള്ള ഒരു ശ്രമങ്ങളിലേക്ക് വന്നത്. അത് ഉയർത്തുമ്പോൾ അതിൻ്റെ റെഗുലേറ്റർ ഭാഗത്ത് ചെറിയ രീതിയിലൊരു വാതക ചോർച്ച കണ്ടെത്തുകയായിരുന്നു. പക്ഷേ അത് തുടർന്ന് അവിടുന്ന് ആളുകളെല്ലാം തന്നെ അവിടുന്ന് ഒഴിപ്പിക്കുന്നു, ചുറ്റുപാടുള്ളവരെല്ലാം തന്നെ ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ അത് പരിശോധിക്കുമ്പോൾ അതൊരു നിയന്ത്രണ വിധേയമായ രീതിയിലുള്ളൊരു ചോർച്ച മാത്രമാണ് എന്ന് കണ്ടെത്തുകയും അത് വളരെ എളുപ്പത്തിൽ തന്നെ പരിഹരിക്കാനായിട്ട് BPCL അധികൃതർക്ക് കഴിഞ്ഞു എന്നതും ആശ്വാസകരമായിരുന്നു. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. BPCL ഇരുമ്പനത്തെ BPCL പ്ലാന്റിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോവുകയായിരുന്നു. വ്യാവസായിക ഇന്ധനവുമായിട്ട് പോവുകയായിരുന്നു ആ ടാങ്കർ. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിൻ അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ക്യാബിൻ മാറ്റിയ ശേഷം ഇരുമ്പനത്ത് നിന്ന് പുതിയ ക്യാബിൻ ഡ്രൈവർ ക്യാബിൻ ഇവിടേക്ക് എത്തിച്ച് അതിനുശേഷം ഇവിടെ നിന്ന് ഈ ടാങ്കർ ഇരുമ്പനത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. കൂടുതൽ പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും തിരിച്ച് ഗുജറാത്തിലേക്ക് അടക്കം എത്തിക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിവായത്. കാരണം ഈ 20 ടണ്ണോളം ടാങ്കറുമായി നഗരമധ്യത്തിൽ ഈ TVS ജംഗ്ഷനെല്ലാം തന്നെ സാമാന്യം തിരക്കുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഇത് ടാങ്കർ മറിയുകയും ചെയ്യുന്നത്. ഏറെ നേരം ഈ മേഖലയിൽ അർദ്ധരാത്രി ആണെങ്കിൽ കൂടിയും ദേശീയപാതയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്ന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടമാണ്. അതുകൊണ്ട് ഏറെ നേരം ഈ മേഖലയിൽ ഗതാഗത സംവിധാനം അടക്കം ബ്ലോക്ക് ചെയ്യേണ്ടിയെല്ലാം തന്നെ വന്നിരുന്നു. എങ്കിൽ പുലർച്ചയോടുകൂടി വീണ്ടും പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ചോർച്ചയില്ലാത്തതിനാൽ വലിയ രീതിയിലുള്ളൊരു ഭീഷണിയാണ് ഒഴിവായത്. അശ്വതി. ശരി ഡാനി, മറ്റൊന്ന് മുനമ്പത്തേക്ക് എത്തുമ്പോൾ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഉന്നതതല യോഗം നാളെ നടക്കാനിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. ഈ ഭൂമിയുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാം എന്നതാണ് പ്രധാന ചർച്ച. നിയമ, റവന്യൂ, വഖഫ് മന്ത്രിമാരും വഖഫ് ബോർഡ് ചെയർമാനും ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഡാനി, ഇലക്ഷന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകാമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുനമ്പം നിവാസികൾക്ക് കിട്ടിയ ഉറപ്പ്. എത്രത്തോളം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് മുനമ്പം നിവാസി? അശ്വതി, ഈ ചർച്ച, നാളത്തെ ചർച്ച ഈ വരുന്ന നാളുകളിൽ കൂടുതൽ ചർച്ചകൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകും. അതിൻ്റെ ഒരു ആദ്യ പടി എന്ന രീതിയിലാണ്. അതിൽ എന്താണ് അതിൻ്റെ ഒരു തീരുമാനം, അതിൻ്റെ ഒരു ദിശാസൂചിക അതെന്താണ് എന്നത് അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതനുസരിച്ച് സമരം ഒരുപക്ഷെ കൂടുതൽ കടുത്തേക്കാം, അവിടുത്തെ പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായേക്കാം. അതുകൊണ്ട് തന്നെ നാളത്തെ യോഗം വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രി അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേരുന്നത്. ഇതിൻ്റെ ഒരു മുഖ്യ അജണ്ട ഒരുപക്ഷെ അതിൽ ഒരു അജണ്ട തന്നെയാണ് അതിൽ ഉണ്ടാകുക എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അത് ഈ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ അവിടുത്തുകാർക്ക് തിരിച്ച് നൽകുന്നതിന് അതിൽ എന്താണ് തടസ്സം, അതിൽ എന്താണ് ഇനി ചെയ്യാൻ കഴിയുക. ചർച്ചകളിലൂടെ മാത്രമേ മുനമ്പത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പലരും വ്യക്തമാക്കുന്നു. നിയമവിദഗ്ധരടക്കം ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ അതിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനം എന്ത് എന്നതാണ് അതിനിർണായകമായ കാര്യം. ഇതിൽ റവന്യൂ, നിയമ, വഖഫ് മന്ത്രിമാരടക്കം പങ്കെടുക്കുന്നു. വഖഫ് ബോർഡ് ചെയർമാനും ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയും മറ്റ് ബന്ധപ്പെട്ട സെക്രട്ടറിമാരുമെല്ലാം പങ്കെടുക്കുന്നു. ഇതിൽ വഖഫ് ബോർഡ് ഈ റവന്യൂ ഇതിൽ അവരുടെ ഭൂമി എന്ന നിലപാടിൽ കർശനമായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ചർച്ചകൾ സങ്കീർണമാക്കപ്പെടും. കാരണം ഇവരുടെ ഒരു കൈവശ അവകാശങ്ങൾ സംബന്ധിച്ച്, റവന്യൂ അവകാശങ്ങൾ സംബന്ധിച്ച് പിന്നെ എങ്ങനെയാണ് ആ പരിഹാരം കാണാൻ കഴിയുക എന്ന വളരെ ഗുരുതരമായൊരു ചോദ്യം ഉയരും. ഒപ്പം ഇതിൽ ഈ ദിവസങ്ങളിൽ ഇത്രയും കാലമായിട്ട് അവിടെ നടക്കുന്ന സമരങ്ങൾ അത് പ്രധാനമായും അവർ കരമൊടുക്കിയ ഭൂമിയാണ്. അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ സ്വന്തമായ ഭൂമിയാണ്, പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്
ഇതിൻ്റെ ഈ ഓരോ വിഷയങ്ങൾ നേരിടുന്ന ഓരോരുത്തരുടെയും ആ ഭൂമിക്ക് അവർക്ക് ലഭിച്ച നോട്ടീസ്, നിലവിൽ അവർ അടച്ചുകൊണ്ടിരുന്ന കരം, അവർ എങ്ങനെയാണ് ഫറൂഖ് കോളേജിൽ ലഭിച്ച ഭൂമി ഇവരുടെ കൈവശത്തിലേക്ക് വന്നത്, അതിൻ്റെ രേഖകൾ, പ്രമാണ രേഖകൾ, ഇതിൻ്റെ എല്ലാം തന്നെ വിശദമായ വിവരങ്ങൾ റവന്യൂ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിയായ കാര്യങ്ങൾ ആ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വരും. ആ റിപ്പോർട്ട് എന്താണ് അത് സൂചിപ്പിക്കുന്നത്, അതിൽ വഖഫ് ബോർഡ് അതിന് മറുപടി പറയും. ഇത്തരം കാര്യങ്ങൾ വളരെ നിർണായകം തന്നെയാണ്. ഒപ്പം സർക്കാർ ഈ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ വളരെയധികം ഈ സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ, വഖഫ് ബോർഡിൻ്റെ നിലപാടുകൾക്കെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം തന്നെ ഉയരുന്നുണ്ട്. അതിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണവും ഒരു ഭാഗത്ത് ശക്തമാകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ആ മുനമ്പത്തെ സമരം വലിയ രീതിയിലേക്ക് അത് മാറുകയും ചെയ്യും. സംസ്ഥാനമെമ്പാടും ഈ സമരം വ്യാപിപ്പിക്കുമെന്ന പല മുന്നറിയിപ്പുകളും വരുന്നു. അതിൽ രാഷ്ട്രീയപരമായി പലർ ഇടപെടാനായിട്ട് ശ്രമിക്കുന്നുവെന്ന് ഒരു വശത്ത് അങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ സർക്കാരിന് ഇത് പരിഹരിച്ച് മതിയാകും. അതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഇടപെടലുകൾ ഉണ്ടായേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ ചർച്ച നിർണായകമാകുന്നത്. പ്രധാന അജണ്ട റവന്യൂ അവകാശങ്ങൾ എങ്ങനെ അവർക്ക് തിരികെ നൽകാൻ നിൽക്കണം, അവരുടെ അവകാശങ്ങൾ എത്ര കണ്ട് വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ നിലനിൽക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ചയാകുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു MLA പുനഃപരിശോധനാ ഹർജിയുമായി മുന്നോട്ട് പോയേക്കും. ഇത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കും. 1 വർഷത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാം എന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം. 34 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പല പ്രതിസന്ധികളുമുണ്ട്. മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ തനിക്കെതിരെ നീക്കം നടത്തിയവർ തന്നെയാണ് ഇപ്പോഴത്തെ വേട്ടയാടലിന് പിന്നിലെന്നും ആന്റണി രാജു പ്രതികരിച്ചിരുന്നു. മന്ത്രി സജി ചെറിയാന് ഇന്ന് നിർണായകമാണ്. വിവാദമായ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അഭിഭാഷകനായ ബൈജു M. നോയൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുന്നത്. കേസ് ഡയറിയും പ്രസംഗത്തിന്റെ വിശദമായ രൂപവും പരിശോധിച്ച ശേഷമാണ് സിംഗിൾ ബെഞ്ച് വിധി പറയുന്നത്. സജി ചെറിയാന്റെ പരാമർശത്തിൽ പ്രഥമദൃഷ്ട്യാ അവഹേളനം ഉണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഭരണസ്വാധീനം ഉപയോഗിച്ച് സജി ചെറിയാൻ കേസ് അട്ടിമറിച്ചു എന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം. IAS ഉദ്യോഗസ്ഥരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഭിന്നിപ്പുണ്ടാക്കാനും ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വഴിയൊരുക്കുന്നതാണെന്ന് ജില്ലാ ഗവർണർ പ്ലീഡർ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടി. VV വിനോദാണ് വിവരങ്ങൾ നൽകുന്നത്. വിനോദ, ഈ വിഷയത്തിൽ കേസിലേക്ക് നീങ്ങുന്നു, കേസെടുക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അശ്വതി, നേരത്തെ ഗോപാലകൃഷ്ണന്റെ വിശദീകരണം അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. തന്റെ ഫോൺ മറ്റാരോ ഹാക്ക് ചെയ്തുവെന്നും അങ്ങനെയാണ് ഹിന്ദു ഉദ്യോഗസ്ഥരുടെയും പിന്നീട് മുസ്ലിം ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചതെന്നുമായിരുന്നു ഗോപാലകൃഷ്ണന്റെ വിശദീകരണം. എന്നാൽ ഇത് ഗൂഗിളിന്റെയും അതോടൊപ്പം തന്നെ മെറ്റയുടെയും കേരള പോലീസിന്റെ ഫോറൻസിക് വിഭാഗം ഇവരുടെയും ഒക്കെയും പരിശോധനയിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തി. ഗോപാലകൃഷ്ണൻ തന്നെയാണ് ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഉചിതമായ നടപടി എന്നതിനപ്പുറത്തേക്ക് ഗോപാലകൃഷ്ണന്റെ ചെയ്തി അത് തെറ്റ് എന്ന് തന്നെ കണ്ടെത്തിക്കൊണ്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പോവുകയും സർക്കാരിനോട് നടപടി ശുപാർശ ചെയ്യുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കേസ് എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന്. കാരണം ഈ ഉന്നത ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥർക്കിടയിൽ മതപരമായ വേർതിരിവുണ്ടാക്കി അവരുടെ ഐക്യവും അവരുടെ ഒരു യൂണിറ്റിയും തകർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്കാണ് ഈ ഉദ്യോഗസ്ഥന്റെ ചെയ്തി ചെന്നെത്തിയത് എന്നത് വിലയിരുത്തപ്പെട്ടിരുന്നു. അത് ഗുരുതരമായ തെറ്റായും മാത്രമല്ല ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ കാര്യങ്ങൾ സർക്കാർ വിശദീകരിച്ചത്. പിന്നീട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുക എന്ന നിലയും ഉണ്ടായി. ഇപ്പോൾ ഗവൺമെന്റ് ജില്ലാ പ്ലീഡറുടെ ഒരു നിയമോപദേശമാണ് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം കൂടി തേടിയേക്കുമെന്ന സൂചനയുണ്ട്. അല്ലെങ്കിൽ ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അശ്വതി. ശരി വിനോദ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി SIT ഹൈക്കോടതിയെ നേരിട്ട് അറിയിക്കും. വിനോദ മേഖലയിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി പരിഗണിക്കും. ഹർജിക്കാരിൽ നിന്ന് മറ്റ് എതിർകക്ഷികളിൽ നിന്നും ശേഖരിച്ച നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി ഹൈക്കോടതിക്ക് നൽകും. ചലച്ചിത്ര വിനോദ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലാണ്
നിയമനിർമ്മാണ നിർദ്ദേശങ്ങൾ നൽകുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സാംസ്കാരിക വകുപ്പും സത്യവാങ്മൂലമായി നൽകും. ഹേമ കമ്മിറ്റിയുടെ രൂപീകരണം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ സർക്കാർ മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. കഴിഞ്ഞ 6 ദിവസങ്ങൾക്കുള്ളിൽ സന്നിധാനത്ത് ദർശനത്തിനെത്തിയത് 3.25 ലക്ഷത്തോളം ഭക്തരാണ്. ഇന്നലെ 63,000-ലേറെ പേർ ദർശനം നടത്തി. വരുമാനത്തിൽ 5 കോടിയോളം വർധനയുണ്ട്. സജീവ് സി വാര്യർ ചേരുന്നു ശബരിമലയിൽ നിന്നും. സജീവ്, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ വലിയ തിരക്ക് ഈ മണ്ഡലകാലത്ത് ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അശ്വതി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല തോതിലുള്ള തീർത്ഥാടകരുടെ പ്രവാഹമാണ് ശബരിമലയിലേക്ക് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 3,74,071 പേരാണ് മല കയറിയത്. ഇന്നലെ 63,043 പേർ ദർശനം നടത്തി. എന്നാൽ പ്രതീക്ഷിക്കുന്ന 70,000 പേർ വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴി 10,000 പേരും അടക്കം 80,000 പേർ ഓരോ ദിവസം വരണം എന്നുള്ളതാണ്, അവർക്ക് സൗകര്യമൊരുക്കും എന്നുള്ളതാണ് ദേവസ്വത്തിന്റെയും പോലീസിന്റെയും നിലപാട്. എന്നാൽ അത്രയും ആളുകൾ എത്തുന്നില്ല. കാരണം സ്പോട്ട് ബുക്കിംഗ് കുറയുകയും വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയ ആളുകൾ ക്യാൻസൽ ചെയ്യാതെ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ സ്പോട്ട് ബുക്കിംഗ് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ദേവസ്വം അധികൃതർ ആവശ്യപ്പെടുന്നത്. പരമാവധി ആളുകൾക്ക് വരാവുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെയൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഇന്നലെയും മിനിയാന്നും 63,000-64,000 പേര് മാത്രമാണ് മല കയറിയത്. ആ സാഹചര്യത്തിൽ വളരെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത്. ഈ 70,000-ൽ പരം 75,000 പേർ വന്ന ദിവസം പോലും വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെട്ടില്ല. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ശബരിമലയിൽ ഇപ്പോൾ ദർശനം സാധ്യമാകുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് ചോറൂണിന് വേണ്ടി വന്നിരിക്കുന്ന തീർത്ഥാടകരാണ്. ചോറൂൺ നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന തീർത്ഥാടകരാണ്. അവരോടൊന്ന് സംസാരിക്കാം. എന്താണ് പേര്? ജയൻ. എവിടുന്നാണ് വരുന്നത്? ഞങ്ങള് എറണാകുളം. ചോറൂണ്? അതെ, ചോറൂണുണ്ട്. നേരത്തെ ബുക്ക് ചെയ്തിട്ടാണോ വരുന്നത്? ഇല്ല, ഇവിടെ വന്നതിന് ശേഷം ബുക്ക് ചെയ്തത്. ഇവിടെ വന്നതിന് ശേഷം. എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഇങ്ങോട്ടുള്ള? വളരെ സുഖമായിരുന്നു. തിരക്കൊന്നും കിടാതെ നേരെ നടപ്പന്തലിലെത്തി 18 പടി കയറി സുഖമായിട്ട് കഴിഞ്ഞു. മോൾക്ക് സുഖമായിരുന്നു വരാൻ? ഞങ്ങൾക്കിത് 12 വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ്. അപ്പൊ ഇവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു, നേർച്ച ഉണ്ടായിരുന്നു. എല്ലാ വർഷവും വരാറുണ്ട്. പ്രാർത്ഥന. അപ്പോൾ നമ്മള് ഈ കയറുന്ന വഴിയിൽ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നോ? ഉണ്ട്, ഒരുക്കിയിരുന്നു. സംസാരിക്കാമോ? സ്വാമി ശരണയ്യപ്പന്ന് പറയാമോ? ശരണം പിടിക്കും. സ്വാമി ശരണയ്യപ്പന്ന് പറഞ്ഞു. ഇതിന് ഈ തരത്തിൽ കുട്ടികളെയും കൊണ്ട് രക്ഷിതാക്കൾ എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് ചോറൂൺ നടക്കുക. ഇപ്പോൾ പ്രദർശനത്തിന് ശേഷം ഉഷപൂജ പൂർത്തിയാകും. എന്താണ് മോഹൻദാസ്. മങ്ങാട് കുന്നോളം. എപ്പോഴാണ്? ഇന്നലെ രാത്രി. ഇന്നലെ ദർശനം നടത്തി. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര സുഖമായിരുന്നു. തിരക്ക്, അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ചോറിന് വേണ്ടി നേരത്തെ നേർന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ചാച്ചനാണ്, അമ്മയുടെ അച്ഛനാണ്. അപ്പോൾ മുമ്പ് വരാൻ പറ്റിയില്ല, കൊറോണ സമയത്തൊന്നും വരാൻ പറ്റിയില്ല. അപ്പോൾ ആ ചടങ്ങ് നടത്തുകയാണ്. മോന്റെ പേരെന്താണ്? ദേവിക്. നല്ല പേര്. ദേവിക്ക് നടന്നിട്ട് എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി നടന്നു വരാൻ കാലൊക്കെ വേദനിച്ചോ? മല കയറുമ്പോൾ കാലൊക്കെ വേദനിച്ചോ? ഇല്ല, സുഖമായിട്ട് കയറി. ശരണം വിളിക്കുമോ? സ്വാമി ശരണം വിളിക്കുമോ? സ്വാമി ശരണം. ഇങ്ങനെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ വരുന്നില്ല. എപ്പോഴും ഒരു 10-15 പേരാണ് ഓരോ ദിവസവും ഇപ്പോൾ കാണുന്നത്. ഇവിടെ 12ാം ഉത്സവത്തിന് ശേഷം മോച്ചറയ്ക്ക് ശേഷം ആണ് ഇവിടെ കൂടുതൽ ആളുകൾ എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് 12 ദിവസം കഴിയുമ്പോഴാണ് കൂടുതൽ തീർത്ഥാടകർ എത്തുക. എന്താണ് പേര്? വിനോദ്. വെഞ്ഞാറമൂട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്. ചോറൂണ് നേർച്ച 13 കൊല്ലത്തിന് ശേഷം മോളെ കിട്ടിയിരുന്നു. നേരത്തെ നേർച്ച ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കിട്ടുമ്പോൾ ഇവിടെ ഒന്ന് നേർച്ച ചെയ്യാൻ ചോറൂണ്. എത്ര വർഷമായിട്ട് മലയ്ക്ക് വരുന്നുണ്ട്?
എനിക്കൊരു 8 വയസ്സ് മുതൽ വരുന്നുണ്ട്. എനിക്ക് 46 വയസ്സായി വരുന്നുണ്ട്. മുടങ്ങാതെ വന്നിരുന്നോ? മുടങ്ങാതെ വരാൻ പറ്റില്ല, ഗൾഫിലൊക്കെ ഇരുന്ന് മുടങ്ങാതെ വരാൻ പറ്റിയില്ല. എപ്പോഴും വരുന്നത് ഈ തീർത്ഥാടന കാലത്താണോ അല്ലെങ്കിൽ മാസപൂജയ്ക്ക്? നമ്മള് പുൽമേട് വഴിയൊക്കെ വരും, വിളക്ക് കാണാൻ വേണ്ടി വരും. അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ വരും. മോളെ പേര് അവിനു. നേരത്തെ ബുക്ക് ചെയ്താണോ വന്നിട്ടാണോ ബുക്ക് ചെയ്തത്? ബുക്ക് ചെയ്തിട്ടാണോ വന്നത്? അപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എങ്ങനെയാണ് ബുക്കിംഗ് പ്രൊസീജിയർ എന്താണ്? അത് നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്ന് ഇവിടെ ടോക്കൺ എടുത്ത് ഇന്ന് രാവിലെ 8 മണിക്ക് ഉഷപൂജയും കഴിഞ്ഞ് ചോറ് നിവേദ്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തിരുമേനി. അശ്വതി, ഇങ്ങനെ കുട്ടികളെ കാണാമല്ലോ. അവർ നേരത്തെ നേർച്ച നേർന്ന ആളുകളാണ്. നേർച്ച ഉണ്ട്. ആ നേർച്ച പ്രകാരമാണ് അവർ ശബരിമലയിലേക്ക് എത്തുന്നത്. മണികണ്ഠൻ, എവിടുന്നാ? കായംകുളം. ചോറൂണിന് വേണ്ടിയാണ്? ചോറൂണിനുണ്ട്, മോനി ചോറൂണിനുണ്ട്. കഴിഞ്ഞ വർഷം നേരത്തെ നേർന്നായിരുന്നു. കോവിഡ് സമയത്ത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോൾ 5 വയസ്സായി. നേരത്തെ എല്ലാം വരാറുണ്ട്. അങ്ങനെ ചോറ് കൊടുക്കാനായിട്ട് ഇന്ന് മണ്ഡല മകരവിളക്ക് കാലത്ത് തന്നെയാണോ വരാറ്, അല്ലെങ്കിൽ മറ്റു മാസങ്ങളിലേക്കാണോ? ചില മണ്ഡല മാസത്തിലാണ് വരാറുള്ളത്. മാസത്തിൽ. ഇപ്രാവശ്യം യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്കുണ്ടായിരുന്നോ? നല്ല സുഖ ദർശനമായിരുന്നു. യാത്രയെങ്കിലും തിരക്കൊന്നുമില്ലായിരുന്നു. അത്രയ്ക്ക് രാവിലെ വന്ന ഉടനെ തന്നെ ദർശനം കണ്ടു. നല്ല തൊഴാൻ പറ്റി. മോനാണ്. ഈ തരത്തിലാണ് ഇവിടെ നിന്നുള്ള വിവരങ്ങൾ. ശരി, ഇപ്പോൾ അല്പസമയത്തിനകം ചോറൂൺ ചടങ്ങൊക്കെ ആരംഭിക്കും. അതിനുശേഷം ഉഷപൂജയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങുകൾ നടക്കുക. ഏതായാലും തീർത്ഥാടകരുടെ എണ്ണം കൂടുതലാണ്. നിലവിൽ 12ാം നാളിന് ശേഷം കൂടുതൽ തീർത്ഥാടകർ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ദേവസ്വം അധികൃതർ നൽകുന്ന അവരുടെ അപേക്ഷ. ശരി, സജീവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അദാനിക്ക് അമേരിക്കയിൽ കുരുക്കായി വഞ്ചനാ തട്ടിപ്പ് കേസുകൾ. സൌരോർജ്ജ കരാറുകൾ ലഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് $265 കോടി കോഴ നൽകിയെന്ന കേസിലാണ് ഗൌതം അദാനിക്ക് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കോഴ നൽകിയ കാര്യം മറച്ചുവെച്ച് അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നാണ് വഞ്ചനാ കേസ്. US അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഡോക്ടർ സജിമോൻ ആന്റണിയാണ് അമേരിക്കയിൽ നിന്നും ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ സജിമോൻ ആന്റണി. ഇപ്പോൾ കുരുക്ക് മുറുകുകയാണല്ലോ ഗൌതം അദാനിക്ക്. എന്തൊക്കെ കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഇതൊരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അമേരിക്കയിൽ നിന്നും. നമ്മൾ 2012 മുതൽ 2020 വരെ സോളാർ സരിതയും ആ കേസുമായിട്ട് നമ്മൾ മലയാളികൾ വളരെയധികം ഫെമിലിയർ ആണ് അങ്ങനെയുള്ള സോളാറുമായിട്ടുള്ള പദവുമായിട്ട്. എന്നാൽ ഇത്തവണ സോളാർ തന്നെയാണ് ഇതിന്റെ ഒരു അർത്ഥം. ഇതിനകത്ത് നിങ്ങൾ മുമ്പ് പറഞ്ഞു പോണക്ക് തന്നെ $265 മില്യൺ ബ്രൈബറി കേസ് ആണ് അദാനി ഗ്രൂപ്പിനെതിരെ വന്നിരിക്കുന്നത്. അതിനകത്ത് ഗൗതം അദാനിയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത നെഫ്യൂവും സാഗർ അദാനി, അതോടൊപ്പം തന്നെ രജത് ഗുപ്ത, രൂപേഷ് അഗ്രവാൾ, സിറിൽ കാബനീസ് തുടങ്ങിയ 7 പേരാണ് ഇതിനകത്ത് പ്രതികളായിട്ട് വന്നിരിക്കുന്നത്. ഇന്നലെയാണ് ന്യൂയോർക്ക് കോർട്ടിൽ ഇത് പ്രോസിക്യൂട്ടർ കേസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷന്റെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഈ ഒരു ഏതാനും മിനിറ്റുകളായിട്ടുള്ള ഈ റിപ്പോർട്ട്സ് വെളിയിൽ വന്നിട്ട് ഏകദേശം $265 മില്യൺ ബ്രൈബറി 2 സൈഡിലും ചെയ്ത് അടുത്ത 20 വർഷം കൊണ്ട് $2 ബില്യൺ പ്രോഫിറ്റ് അനധികൃതമായി അദാനി ഗ്രൂപ്പിന് ഉണ്ടാക്കുക അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്കീമായിരുന്നു. ഇതിനകത്ത് അദാനി ഗ്രൂപ്പിനകത്തു നിന്നുള്ള മെയിൻ ആളായിട്ട് പറയുന്നത് ഈ നെഫ്യൂ സാഗർ അദാനിയുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഗൗതം അദാനി ഉൾപ്പെടെയുള്ള 7 പേർക്കാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കേസ് ഇവിടെ US ഇതിന്റെ തരത്തിൽ പറയുകയാണെങ്കിൽ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് ആൻഡ് US ആന്റി ബ്രൈബറി ലോയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ തുടർക്കഥകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. വരും നിമിഷങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റുമെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, അദാനി ഗ്രൂപ്പ് ഏകദേശം വേൾഡിലെ 22ാമത്തെ റാങ്കിൽ നിൽക്കുന്ന, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലുത് അല്ലെ 1ാമത്തെ 2ാമത്തെ ബിസിനസ് ഗ്രൂപ്പിൽ പെട്ട ഒരിതാണ്. അപ്പോൾ 2 സൈഡിലും, അതായത് US സൈഡിലും ഇന്ത്യൻ ഗവൺമെന്റ് സൈഡിലും ഈ ബ്രൈബറി സ്കീം പ്ലാൻ ചെയ്ത് $265 മില്യൺ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത 20 വർഷം കൊണ്ടിട്ട് $2 ബില്യൺ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്കീമായിരുന്നു.
ഈ ഒരു പദ്ധതിയിൽ അറിയപ്പെടുന്നത് സോഫാറുള്ളത്. ശരി, എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഡോക്ടർ സജിമോൻ ആന്റണിയാണ് അമേരിക്കയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. താങ്ക് യു സർ. നമ്മളിനി ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്കൊപ്പം ഒരു അതിഥി ചേരും. ഒന്നുമില്ല, തോൽക്കാൻ പോകുന്നതിന്റെ പേടി. അതായത് നമുക്ക് കാൻഡിഡേറ്റ് പാസ് തരുന്നത്, കാൻഡിഡേറ്റിന് പാസ് ഉണ്ട്, കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് പോളിംഗ് സ്റ്റേഷനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത്. അപ്പൊ ഇവിടെ ലോങ് ക്യൂ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ വലിയ തോതിൽ UDFന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ നമ്മുടെ വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അപ്പൊ അവര് പരാതി പറഞ്ഞു. അപ്പൊ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നു. ഞാനിവിടെ വരുമ്പോ ഇവിടെ തൊട്ടു മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നു. അന്നേരം BJPക്കാർക്ക് പ്രശ്നമില്ല. BJPയുടെ സ്ഥാനാർത്ഥി വരുന്നതിനകത്ത് BJPക്കാർക്ക് പ്രശ്നമില്ല. ഞാൻ അതെ. അപ്പൊ അതിനകത്ത് BJPക്കാർക്ക് കോൺഗ്രസ് കാൻഡിഡേറ്റ് വരുമ്പോൾ മാത്രം പ്രശ്നം, LDFന്റെ കാൻഡിഡേറ്റ് വരുമ്പോൾ പ്രശ്നമില്ല. ഇതാ ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് ജനത ഒരു തടസ്സമില്ല. നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുകയും ചെയ്തു. ഉള്ളിൽ വെച്ച് അവർ പറയുന്നത് കാൻഡിഡേറ്റ് അകത്ത് കയറാൻ പാടില്ല. അപ്പം സ്വാഭാവികമായിട്ട് അകത്തുണ്ടായിരുന്ന UDFന്റെ ബൂത്ത് ഏജന്റ് ചോദിച്ചു, നിങ്ങളുടെ കാൻഡിഡേറ്റ് വന്നില്ലേ? അല്ല, ഞങ്ങളുടെ കാൻഡിഡേറ്റ് വരാം. അതെന്തിനാ? അവരുടെ കാൻഡിഡേറ്റ് വരാം, UDF കാൻഡിഡേറ്റ് വരാൻ പറ്റില്ലേ? നമുക്ക് കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് തന്നെ ഇവിടെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത്. എല്ലാവർക്കും കയറാൻ കഴിയില്ലല്ലോ. പോളിംഗ് ഏജന്റ്, കാൻഡിഡേറ്റിന്റെ ഏജന്റിനും അതുപോലെ തന്നെ കാൻഡിഡേറ്റിനുമാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ കഴിയുന്നത്. ഇത് പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന, ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷ ആളുകളും UDFന്റെ വോട്ടർമാരാണ്. അപ്പൊ ഇവര് വിചാരിക്കുന്ന കുറച്ചൊന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ ഈ ആളുകൾ വോട്ട് ചെയ്യാതെ പോകും. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളല്ലല്ലോ, അല്ലേ? അങ്ങനെയൊക്കെ ഒരു മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വോട്ടർമാരെ പിരിച്ചുവിടാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വീണ്ടും രാവിലെയിലേക്ക് നമ്മളിനി അതിഥി വിശേഷത്തിലേക്ക് പോവുകയാണ്. നമുക്കൊപ്പം പിന്നണി ഗായിക അശ്വതി S. നായരാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷം അശ്വതി അതിഥിയായി എത്തിയതിൽ. അശ്വതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കലാരംഗത്ത് വളരെ ചെറുപ്പത്തിലേ തൊട്ട് വേദികളിൽ നിറഞ്ഞ് അതിനുശേഷം പിന്നണി ഗാനരംഗത്തേക്കൊക്കെ വന്ന ആളാണ്. എവിടെ എത്തി നിൽക്കുന്നു ആ ജേണി? ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇന്നലെ സൗത്ത് ഇന്ത്യൻ ടെലിവിഷൻ അവാർഡ് വാങ്ങി. അപ്പോൾ അതുവരെ എത്തി നിൽക്കുവാണ്. മികച്ച ഗായികക്കുള്ള അവാർഡാണ്. കൺഗ്രാറ്റ്സ് കൂടി ആദ്യം. നമുക്കൊരു പാട്ട് പാടി തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും പാടാം. ഒരു പാട്ട് പാടി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം ഒരു ഭക്തിഗാനം തന്നെ പാടാം. ശരി. തിരുമിഴി പാലാഴിയാക്കാം, അണിമാറിൽ ശ്രീവത്സം ചാർത്താം, മൗലിയിൽ പീലിപ്പൂ ചൂടാനെൻ്റെ മനസ്സും നിനക്കു ഞാൻ തന്നു. ഗുരുവായൂരപ്പാ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി. പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി. ഈ വേദികളിൽ നിന്ന് പിന്നണി ഗാനരംഗത്തേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഒന്ന് വേറെ തന്നെയാണല്ലോ അല്ലെ? ഒരുപാട് വേദികൾ. എനിക്കൊന്ന് 20 വർഷത്തോളം 22 വർഷത്തോളം ഒക്കെ ഈ ഗാനമേളകൾക്ക് പാടുന്നുണ്ട് അല്ലേ? ഒപ്പം ഇപ്പൊ പിന്നണി ഗാനത്തേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരു യാത്രയെ കുറിച്ച് പറയാമോ? യാത്ര സ്കൂൾ തലത്തിൽ നിന്നാണ് തുടക്കം. യുവജനോത്സവങ്ങൾ, പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഗാനമേളയ്ക്ക് പാടാൻ തുടങ്ങി. പിന്നെ ഗാനമേള കുറേ കാലം ഗാനമേള തന്നെയായിരുന്നു. പിന്നെ ഒരു +2 ആയപ്പോൾ റെക്കോർഡിങ്ങിന് പാടി തുടങ്ങി. പിന്നെ ആൽബങ്ങൾ, ഭക്തിഗാനങ്ങൾ, ഇപ്പോൾ സിനിമ വരെ എത്തി നിൽക്കുന്നു. അതെ. അപ്പോൾ പഠിച്ച കാര്യം പറയുമ്പോൾ നമ്മൾ KJ യേശുദാസ് സാറിന്റെ തരംഗിണി അല്ലെ, തരംഗിണിയിൽ പഠിച്ചു. അപ്പോൾ അതൊരു വലിയ എക്സ്പീരിയൻസ് അല്ലേ? അതിനെക്കുറിച്ച് കൂടി പറയാം. തീർച്ചയായിട്ടും. സാറിൻ്റെ തരംഗിണിയിലാണ് ഞാൻ പഠിച്ചത്. മാത്രമല്ല സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാറിൻ്റെ മുമ്പിലിരുന്ന് നേരിട്ട് പാട്ട് പഠിക്കാനുള്ളൊരു ഭാഗ്യം, പ്രത്യേകിച്ച് അത്രയും സ്റ്റുഡൻ്റുള്ള ഒരു ക്ലാസ്സിൽ എന്നെ പാടിപ്പിച്ചു, സെപ്പറേറ്റ് പാടിപ്പിച്ചു, ഒരുപാട് ഉപദേശങ്ങൾ തന്നു. അപ്പോൾ അത് വലിയ സന്തോഷം, അനുഭവമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടത് കാണുന്നു. അതെങ്ങനെയാണ്? തരംഗിണിയിൽ വന്നിട്ടാണോ അദ്ദേഹം പഠിപ്പിച്ചത്? തരംഗിണിയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് സാറ് കയറി വന്നു, പഠിപ്പിക്കുകയായിരുന്നു. അന്ന് എന്താണ് പഠിപ്പിച്ചത്? അന്ന് ഞങ്ങൾ ക്ലാസിക്കൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ് സ്വരങ്ങൾ തന്നെയാണ്, വരിശകളൊക്കെയാണ് പഠിപ്പിച്ചത്.
അപ്പോ അത്രയും എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് മാരീഡാണ് ഞാൻ. അപ്പം പാട്ട് ഞാൻ കുഞ്ഞുനാൾ മുതൽ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കത് വീണ്ടും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പിലിരുന്ന് ആ പാടിയപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര പേടിയായിരുന്നോ? അതോ? ശരിക്കും പറഞ്ഞ പേടി തന്നെയാണ്. ഗാനഗന്ധർവനല്ല, ഞങ്ങളുടെ പാട്ടുകാരുടെ ഒരു സ്വപ്നം തന്നെയാണ് സാറിനെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് തന്നെ. അപ്പം അത് ഒരു ഫ്രണ്ടിലിരുന്ന് പാട്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു മഹാഭാഗ്യമായിട്ട്. അപ്പം അത് പേടിയോടെ തന്നെയാണ് ഞാൻ ക്ലാസ്സിലിരുന്നത്. പക്ഷേ സാറ് പേടിക്കരുത്, നല്ല ഭാവിയുണ്ട്, നല്ല ശബ്ദമാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് തണുപ്പിച്ചിട്ടാണ് എന്നെ കൊണ്ട് പാടിപ്പിച്ചത്. അന്ന് സ്വരം പാടിയപ്പോ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്തി തന്നിരുന്നു? ഞങ്ങൾ എന്നും പാടുന്ന സ്വരങ്ങൾ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ശരിക്കും നന്നായിട്ട് പാടാൻ പറ്റി സാറിന് മുമ്പിൽ. ഈ മാരീഡ് ആണെന്ന് പറഞ്ഞു, കുടുംബത്തെ കുറിച്ച് കൂടി പറയാം. എത്രത്തോളം പിന്തുണ തരുന്നത്? എൻ്റെ ഈ ജീവിതത്തിൽ, സംഗീത ജീവിതത്തിൽ എൻ്റെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മോനും ഉണ്ട്, പിന്നെ ചേച്ചിയുടെ മക്കളുണ്ട്. ഹസ്ബൻഡ് ഇപ്പോൾ 4.5 വർഷമായി മരിച്ചുപോയി. അപ്പോൾ ചേട്ടനൊരു പാട്ടുകാരനായിരുന്നു, മ്യൂസിക് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഇപ്പോൾ 4.5 വർഷമായിട്ട് കൂടിയില്ല. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തെ കൂടി ഓർക്കുകയാണ്, ഇങ്ങനെ ഒരു ഗായികയെ ഞങ്ങൾക്ക് തന്നതിന്. ചിലർക്ക് മാരേജ് കഴിയുമ്പോൾ ഇത് മാറി നിൽക്കേണ്ടിയൊക്കെ ഒരു അവസ്ഥ വരാറുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ അശ്വതിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയാലോ നമുക്ക്? തീർച്ചയായിട്ടും പാടാലോ. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. ശരി അശ്വതി, പിന്നണി ഗാന രംഗത്തേക്ക് എത്തിയപ്പോൾ, സിനിമയിലേക്ക് എത്തിയപ്പോൾ ആ ആദ്യ അനുഭവവും ഇപ്പോൾ എങ്ങനെ പോകുന്നു അതിനെക്കുറിച്ചൊക്കെ പറയാം, അവസരങ്ങൾ. തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് മധു ബാലകൃഷ്ണൻ സാറിൻ്റെ കൂടെയാണ് ഒരു പിന്നണി ഗായക രംഗത്തുള്ള പാട്ട് പാടുന്നത് സിനിമയിലേക്ക്. അപ്പോൾ ആദ്യം അതിൻ്റെ ട്രാക്ക് ഫുള്ള് പാടിയത് ഞാൻ തന്നെയാണ്. എന്നാലും എനിക്ക് സാറ് പാടുമ്പോൾ എൻ്റെ വോയിസ് താഴെ പോവും, അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സാറ് വന്ന് പാടിയപ്പോൾ പിന്നെ എൻ്റെ പാട്ടും രണ്ടും മിക്സ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാടിയത് നജീം അർഷാദിൻ്റെ കൂടെയാണ്. അപ്പം അതും വലിയ കുഴപ്പമില്ലാതെ എനിക്ക് പാടാൻ പറ്റി, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പാടാൻ പറ്റി. റീസെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഏതായിരുന്നു? ഇപ്പോൾ നൊട്ടോറിയസ് ക്രിമിനലാണ് ഇപ്പോൾ അടുത്തിടെ റിലീസായത്. പിന്നെ MCP എന്നൊരു പടം ഉണ്ടായിരുന്നു, അതിലാണ് നജീം അർഷാദിൻ്റെ കൂടെ പാടിയിട്ടുള്ളത്. ഇപ്പോൾ കോലത്തിന്മേൽ കോലം എന്ന് പറയുന്ന NN ബൈജു സാറിൻ്റെ പടം ഉടനെ തന്നെ അതിൽ പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സാറ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ. മറ്റ് ഭാഷകളിലേക്കൊക്കെ ഉള്ളൊരു ശ്രമം നടത്തിയിരുന്നോ? മറ്റു ഭാഷകളിലെ തമിഴിൽ എനിക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതെ, വീണ്ടും നമ്മൾ തിരിച്ച് വേദികളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഗാനമേള എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു ഭയങ്കര ആവേശമാണ് അല്ലേ. ഒരു സമയത്ത് ക്ഷേത്രങ്ങളിലൊക്കെ ഏറ്റവും അധികം നടത്തിയിരുന്നതും അല്ലെ, സംഘാടകർ ഏൽപ്പിച്ചിരുന്നതും ഈ ഗാനമേളക്കാരുടെ കയ്യിലേക്കായിരുന്നു അവരുടെ ഉത്സവത്തെ ഏൽപ്പിച്ചിരുന്നത്. ആ സമയത്തൊക്കെ പാടിയിരുന്നില്ലേ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത പാട്ട് ഏതായിരുന്നു ആ സമയത്ത്? തീർച്ചയായിട്ടും എനിക്ക് ഗാനമേള എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ആവേശം തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പാട്ട് പാടി ഇട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ ലൈക്കും കമൻറ്റും ഒക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണല്ലോ. പക്ഷേ നമ്മൾ വേദിയിൽ ഒരു പാട്ട് ഒരു 5 മിനിറ്റ് കാണത്തുള്ളൊരു പാട്ട്, പക്ഷേ ആ പാട്ടിന് നമ്മൾ ഒരേ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ കയ്യടിയും സ്നേഹവും അനുഗ്രഹവും കിട്ടും. അതൊരു വലിയൊരു ആവേശമാണ് നമുക്ക്. ഓരോ ദിവസവും ഓരോ സ്റ്റേജിൽ പോകുമ്പോൾ ഒരു ആവേശം തന്നെയാണത്.
അങ്ങനെ മറക്കാനാകാത്ത അനുഭവങ്ങളുണ്ട്? മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒന്നുകൂടി പാടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത്, ഞാൻ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ കൂടെ പാടിയിരുന്ന സമയത്ത് ചേച്ചിക്ക് ഒരു ദിവസം തൊണ്ട വയ്യാത്ത ഒരു സമയം ഉണ്ടായിരുന്നു ഒരു ദിവസം. അപ്പം ചേച്ചി പാടി ഹിറ്റാക്കിയ ഒരു സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന ഒരു തമിഴിലെ ഹിറ്റ് ഗാനമുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ വന്നിട്ട് പറയും, എനിക്ക് ശബ്ദം വയ്യ അശ്വതി ആ പാട്ട് പാടണം, ഞാൻ കൂടെ നിൽക്കാം, കുറച്ച് പാടാന്നൊക്കെ. അപ്പോൾ അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ വായിന്ന് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്കത്. ചേച്ചീൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് വേണ്ടി കോറസ് പാടിത്തരിക, അതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു തീർച്ചയായിട്ടും അല്ല. സ്വപ്ന സുന്ദരി നാൻ താനേ, നാൻ സ്വപ്ന ലോകത്തിൻ തേന്താനേ, സ്വപ്ന സുന്ദരി നാൻ താനേ, நான் சொப்பன லோகத்தின் தேன்தானே, ராந்தல் மின்னலிலே ஜொலிப்பேனே, சோம்பல் இல்லாமலே சலிப்பேனே, வீண்டும் இன்பம் மீண்டும் மீண்டும் தூண்டும் நெஞ்சில் தோன்றும் தோன்றும் தோன்றும், நான் தான் சொப்பன சுந்தரி, എങ്കൽ സോകം കലക്കും കലക്കും മന്ദിരേ. പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു വൈക്കം വിജയലക്ഷ്മി? ചേച്ചി വന്ന് കെട്ടിപ്പിടിച്ച്, ചേച്ചി അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഏത് സ്റ്റേജിൽ പോയാലും ചേച്ചിയുടെ ഒരുപാട് പ്രോഗ്രാമിൽ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. ചേച്ചി എപ്പോഴും ഇങ്ങനെ അടുത്ത് തന്നെ ചേർന്ന് നിൽക്കലുണ്ട്. എനിക്ക് ആ ചേച്ചിയുടെ അമ്മയും അച്ഛനെയൊക്കെ ഭയങ്കര കാര്യമാണ്. എന്ന് വെച്ചാൽ അവരൊരു സാധാരണക്കാരാണ്. ആ കലാകാരിക്ക് ഒരുപാട് ജ്ഞാനമുള്ളൊരു കലാകാരിയാണ്. അപ്പം ചേച്ചി അത്രയും എനിക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. വേറെ സിത്താരയുടെ കൂടെയും വിധു പ്രതാപിന്റെ കൂടെ ഒക്കെ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് അപ്പൊ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്? ഏത് രീതിയിലുള്ള ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ രണ്ടും ഒരുപോലെയാണോ അതോ? അങ്ങനെയില്ല. സ്റ്റേജിൽ പോകുമ്പോഴത്തേനും നമ്മുടെ ഓഡിയൻസിന്റെ ആ ഒരു ഇഷ്ടം ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഞാൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഗാനമേളയ്ക്ക് പാടിയുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് പാട്ട് പാടിയാൽ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. ചിലയിടത്ത് മെലഡി ആയിരിക്കും, ചിലവർക്ക് അടിപൊളി, ഇപ്പം മിക്കവാറും അടിപൊളി നാടൻ പാട്ടൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. അശ്വതി, ഗാനമേളയുടെ ഒരു ഇത് കുറഞ്ഞു ഇപ്പോൾ. നമ്മൾ പണ്ടത്തെ ഒരു ഇടക്കാലത്തുണ്ടായിരുന്ന പോലെയുള്ള ഒരു പ്രചാരം അതിനുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. കാരണം പല ക്ഷേത്രങ്ങളിലായാലും പല മറ്റ് പരിപാടികളിലായാലും ഒക്കെ ഈ ഗാനമേള ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഗാനമേള ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വളരെ കുറവായിട്ട് ആണ് ഇപ്പോൾ ഗാനമേള അധികം ഇല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലാവുന്നത്. മുമ്പ് ഗാനമേളയാണ് ഒരു ഉത്സവത്തിനൊരു 10 ദിവസം ഉത്സവം ഉണ്ടെങ്കിൽ 5 ദിവസം ഗാനമേള ഇല്ലാത്ത അമ്പലങ്ങൾ കുറവാണ്. പക്ഷെ ഇപ്പൊ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. മറ്റേതൊക്കെ ജോണറുകളാണ് പാടുന്നത്? നാടൻ പാട്ടുകളൊക്കെ പാടാറുണ്ട്? നാടൻ പാട്ടുകൾ, കാരണം വേദികളിൽ പോകുമ്പോൾ നാടൻ പാട്ട് ഇപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത ഇതാണ് നാടൻ പാട്ടെന്ന് പറയുന്നത്. അപ്പൊ നാടൻ പാട്ടുകളും പാടാറുണ്ട്. അപ്പൊ ഒരു പാട്ട് പാടാലോ? തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. പക്ഷേ നമ്മൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ഏറ്റവും നമുക്ക് വേണ്ടത് അപ്ഡേഷൻസ് ആണല്ലേ? നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, പ്രത്യേകിച്ച് യൂത്തിന്റെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയാണ്? പാട്ട് പാടി ഇടാറുണ്ടോ? കവർ സോങ്സ് ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്, പാട്ട് പാടി ഇടാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ പാട്ട് പാടി ഇടാറുണ്ട്. പിന്നെ ലൈവ് ഒക്കെ പോകാറുണ്ടോ? ലൈവ് ഒന്നും ഞാൻ അധികം പോലില്ല. പാട്ട് പാടി ഇടലാണ് എൻ്റെ ശീലം. എനിക്കതാണ് ഇഷ്ടം. എനിക്കൊന്ന് നേരത്തെ പറഞ്ഞില്ലേ ഡയറക്റ്റ് റെസ്പോൺസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ലൈവൊക്കെ ഒന്ന് പിടിക്കണം. ഇനി ഒരു ലൈവൊക്കെ ഒന്ന് പിടിക്കണം. അങ്ങനെ ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് പാടിയ ഒരു പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. റീസെന്റ് ആയിട്ടുള്ള ഒരു പാട്ട്. ഇപ്പോൾ ഇടക്കാലത്ത് പഴയൊരു പാട്ട് ഇപ്പം ഇടക്കാലത്ത് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു, കൺമണി അൻപോട്. അപ്പോൾ ആ പാട്ടൊന്ന് പാടാം. ശരി. ഉണ്ടാന കായമെങ്കും തന്നാലാറിപ്പോന മായമെന്ന പൊന്മാനെ പൊന്മാനെ, കൺമണി അൻപോട് കാതലൻ நான் எழுதும் கடிதமே, பொன்மணி
உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அதை எழுத நினைக்கையில் வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் കടിതമേ. താങ്ക് യു അശ്വതി. ഒരുപാട് വേദികൾ കിട്ടട്ടെ ഞങ്ങൾക്ക് അതിഥിയായി. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാവണം. ശരി, താങ്ക് യു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസിൽ ഹരികൃഷ്ണൻ ചേരും. ഒന്നുമില്ല, തോൽക്കാൻ പോകുന്നതിന്റെ പേടി. അതായത് നമുക്ക് കാൻഡിഡേറ്റ് പാസ് തരുന്നത്, കാൻഡിഡേറ്റിന് പാസ് ഉണ്ട്, കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് പോളിംഗ് സ്റ്റേഷനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത്. അപ്പൊ ഇവിടെ ലോങ് ക്യൂ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ വലിയ തോതിൽ UDFന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ നമ്മുടെ വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അപ്പൊ അവര് പരാതി പറഞ്ഞു. അപ്പൊ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നു. ഞാനിവിടെ വരുമ്പോ ഇവിടെ തൊട്ടു മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നു. അന്നേരം BJPക്കാർക്ക് പ്രശ്നമില്ല. BJPയുടെ സ്ഥാനാർത്ഥി വരുന്നതിനകത്ത് BJPക്കാർക്ക് പ്രശ്നമില്ല. ഞാൻ അതെ. അപ്പൊ അതിനകത്ത് BJPക്കാർക്ക് കോൺഗ്രസ് കാൻഡിഡേറ്റ് വരുമ്പോൾ മാത്രം പ്രശ്നം, LDFന്റെ കാൻഡിഡേറ്റ് വരുമ്പോൾ പ്രശ്നമില്ല. ഇതാ ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ജനത ഒരു തടസ്സമില്ല. നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുകയും ചെയ്തു. ഉള്ളിൽ വെച്ച് അവർ പറയുന്നത് കാൻഡിഡേറ്റ് അകത്ത് കയറാൻ പാടില്ല. അപ്പം സ്വാഭാവികമായിട്ട് അകത്തുണ്ടായിരുന്ന UDFന്റെ ബൂത്ത് ഏജന്റ് ചോദിച്ചു, നിങ്ങളുടെ കാൻഡിഡേറ്റ് വന്നില്ലേ? അല്ല, ഞങ്ങളുടെ കാൻഡിഡേറ്റ് വരാം. അതെന്തിനാ? അവരുടെ കാൻഡിഡേറ്റ് വരാം, UDF കാൻഡിഡേറ്റ് വരാൻ പറ്റില്ലേ? നമുക്ക് കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് തന്നെ ഇവിടെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത്. എല്ലാവർക്കും കയറാൻ കഴിയില്ലല്ലോ. പോളിംഗ് ഏജന്റ്, കാൻഡിഡേറ്റിന്റെ ഏജന്റിനും അതുപോലെ തന്നെ കാൻഡിഡേറ്റിനുമാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ കഴിയുന്നത്. ഇത് പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന, ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും UDFന്റെ വോട്ടർമാരാണ്. അപ്പൊ ഇവര് വിചാരിക്കുന്ന കുറച്ചൊന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ ഈ ആളുകൾ വോട്ട് ചെയ്യാതെ പോകും. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളല്ലല്ലോ, അല്ലേ? അങ്ങനെയൊക്കെ ഒരു മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വോട്ടർമാരെ പിരിച്ചുവിടാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്ന ആളുകളാണോ അവര്? അങ്ങനെ തിണ്ണമിടുക്ക് കാണിച്ചു കഴിഞ്ഞാൽ മാറുന്ന ആളുകളാണോ വോട്ടർമാർ? അങ്ങനൊന്നുമില്ല. ഇവിടെ അവരെന്നിട്ട് സംഘടിച്ച് നിൽക്കുകയാണ്. പോളിംഗ് സ്റ്റേഷനകത്ത് ഒരു ബൂത്ത് ഏജന്റല്ലേ പറ്റൂ. ഇവർക്ക് എല്ലാവർക്കും കൂടെ കയറാൻ എന്താ അവകാശമുള്ളത്? കാൻഡിഡേറ്റിനകത്ത് കയറാൻ പറ്റില്ല. അതായത് LDF കാൻഡിഡേറ്റ് കയറാം, BJP കാൻഡിഡേറ്റ് കയറാം, UDF കാൻഡിഡേറ്റ് കയറാൻ പറ്റില്ല എന്ന് BJPയുടെ ആളുകൾ പറയുകയാണ്. അതെന്ത് ന്യായമുള്ളത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മുനിസിപ്പാലിറ്റി കയ്യിലുള്ളതിന്റെ ധാർഷ്ട്യ അഹങ്കാരം ഇത്രയാണെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ ധാർഷ്ട്യമായിട്ടല്ലേ ഈ ഇത്രയും നിൽക്കുന്ന വോട്ടർമാരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ വോട്ടർമാര് മറ്റ് കാൻഡിഡേറ്റുകൾ വന്നത് കണ്ടതല്ലേ? അപ്പൊ ഈ വോട്ടർമാരോട് ഗുണ്ടായിസമാണ് ഭാഷ, ഗുണ്ടായിസമാണ് ഭാഷ, അറിയാവുന്ന ഭാഷ ഉപയോഗിക്കുന്നു. അപ്പൊ അതിനുള്ള മറുപടി കൂടിയായിരിക്കും 20-ാം തീയതി ഇന്ന് രേഖപ്പെടുത്തി 23-ാം തീയതി കിട്ടുന്നത്. 23-ാം തീയതി ജനങ്ങൾ ബൂത്തിൽ ഞാൻ അകത്ത് പോയിട്ട് സംസാരിച്ചു. ഒന്നും നമുക്ക് അകത്ത് കയറാം, അകത്ത് കയറി സംസാരിക്കുന്ന ന്യായമായ വിഷയം. എന്നാൽ ഇവർക്ക് ആർക്കും ഈ ഡിലേ പരിഹരിക്കണം എന്നില്ല. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് ആ വിഷ്വൽ കാണിക്കൂ, നിങ്ങൾ ആ വിഷ്വൽ കാണിക്കൂ. ഒരു 300 പേര് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ക്യൂ നിൽക്കുകയാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കണം എന്നില്ല. 300 പേര്, 300 മനുഷ്യന്മാര് അവര് 3-4 മണിക്കൂറായിട്ട് ഇവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ്. ഈ നിമിഷം വരെ അവർക്ക് അതിനകത്ത് ഇടപെടണ്ട. ഒരാൾ ഇടപെടാൻ വേണ്ടി കാൻഡിഡേറ്റ് എന്ന നിലയിൽ അതിന്റെ എല്ലാ അവകാശവും ഉള്ള ഒരാളെന്ന നിലയിൽ ഇപ്പൊ അകത്ത് വെച്ച് ഇവർ തടസ്സം ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ അകത്തുള്ള ഓഫീസറോട് ചോദിച്ചു, ഞാൻ കയറുന്നത് നിയമവിരുദ്ധമാണോ? അല്ല. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ അവരെന്നെ റിമൂവ് ചെയ്യില്ലേ? അപ്പൊ അതുകൊണ്ട് ഗുണ്ടായിസം കാണിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വോട്ടർമാർ മറുപടി പറയും. നമ്മുടെ പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യണം. അതിന്റെ അസ്വസ്ഥതയാണല്ലോ അപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അവർക്കറിയുന്നതല്ലേ കാൻഡിഡേറ്റ് അകത്ത് കയറുന്നതാണെന്ന്. അപ്പൊ ആ അസ്വസ്ഥതയാണ്. ആ ക്യൂ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സംസ്കാരം വൈകിട്ട് ഷൊർണൂരിലുള്ള വീട്ടിൽ നടക്കും. ചെങ്കോൽ, ഈ പുഴയും കടന്ന് തുടങ്ങി 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കുന്താപൂർ ഉടുപ്പി ദേശീയപാതയിൽ വാഹനാപകടം, 7 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിൽ
മീൻ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഗ്യാസ് ടാങ്കർ ഉയർത്തി. പുലർച്ചെയോടെ ക്രെയിൻ എത്തിച്ചാണ് ടാങ്കർ ഉയർത്തിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള വാതകം നിറച്ച ടാങ്കറാണ് മറിഞ്ഞത്. പാലക്കാട് പോളിംഗ് കുറഞ്ഞതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആശങ്ക. വോട്ടുകളിൽ ചോർച്ചയുണ്ടോ എന്ന് ഉറപ്പിച്ചു പറയാനാവാത്ത അവസ്ഥയിൽ മുന്നണികൾ. ശക്തി മേഖലകളിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടായോ എന്ന പരിശോധനയിലേക്കും കണക്കെടുപ്പിലേക്കും കടന്ന് മുന്നണി നേതൃത്വങ്ങൾ. മഹാരാഷ്ട്രയും ജാർഖണ്ഡും BJP പിടിക്കുമെന്ന് പ്രവചിച്ച് എക്സിറ്റ് പോളുകൾ. NCP കോൺഗ്രസ് സഖ്യത്തിന് സാധ്യത കൽപ്പിക്കുന്നത് ഒരേ ഒരു എക്സിറ്റ് പോൾ. ജാർഖണ്ഡിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുക BJP. എക്സിറ്റ് പോളിനപ്പുറം വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പാർട്ടികൾ. തൊണ്ടി മുതൽ തിരിമറി കേസിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ആന്റണി രാജു MLA. 1 വർഷത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. 34 വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മന്ത്രി സജി ചെറിയാന് ഇന്ന് നിർണായകം. വിവാദമായ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അഭിഭാഷകനായ ബൈജു M. നോയൽ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി SIT ഹൈക്കോടതിയെ നേരിട്ട് അറിയിക്കും. വിനോദ മേഖലയിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി പരിഗണിക്കും. IAS ഉദ്യോഗസ്ഥൻ K. ഗോപാലകൃഷ്ണനെതിരെ ഇന്ന് കേസെടുത്തേക്കും. കേസ് മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചത്. വാട്സാപ്പ് ഗ്രൂപ്പ് ഭിന്നിപ്പുണ്ടാക്കാനും ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വഴിയൊരുക്കുന്നതാണെന്നും ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കരുനാഗപ്പള്ളി വിജയലക്ഷ്മി കൊലപാതക കേസ് കൃത്യം നടന്ന സ്റ്റേഷൻ പരിധിയായ അമ്പലപ്പുഴ പോലീസിന് കൈമാറും. വിജയലക്ഷ്മി തിരോധാന കേസും തുടർന്നെടുത്ത കൊലപാതക കേസും നിലവിൽ അന്വേഷിക്കുന്നത് കരുനാഗപ്പള്ളി CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. കേസിന്റെ കൈമാറ്റ നടപടികൾ പൂർത്തിയായാൽ അമ്പലപ്പുഴ പോലീസ് പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. ഗൗതം അദാനിക്ക് അമേരിക്കയിൽ കുരുക്കായി വഞ്ചന തട്ടിപ്പ് കേസുകൾ. സൗരോർജ്ജ കരാറുകൾ ലഭിക്കാൻ ഉദ്യോഗസ്ഥർക്ക് $265 കോടി കോഴ നൽകിയെന്ന കേസിൽ ഗൗതം അദാനിക്ക് കുറ്റപത്രം നൽകി. കോഴ നൽകിയ കാര്യം അമേരിക്കയിലെ നിക്ഷേപകരിൽ നിന്നും മറച്ചുവച്ചതിനാണ് വഞ്ചനാ കേസ്. US അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന MP-മാരുടെ യോഗം ഇന്ന്. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ രാവിലെ 11 മണിക്കാണ് യോഗം. വയനാട് കേന്ദ്ര സഹായം ചർച്ചയ്ക്ക് വരും. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് കേന്ദ്രം വാഗ്ദാനം നൽകിയ സഹായം പൂർണ്ണമായി ലഭ്യമാകാത്ത സാഹചര്യവും വിലയിരുത്തും. ശശി തരൂർ MP ഒഴികെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഉന്നതതല യോഗം നാളെ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ഭൂമിയുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുക എന്നതാണ് പ്രധാന ചർച്ച. നിയമ, റവന്യൂ, വഖഫ് മന്ത്രിമാർ, വഖഫ് ബോർഡ് ചെയർമാൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. മുനമ്പം വിഷയത്തിൽ സമവായത്തിലൂടെ ശാശ്വത പരിഹാരം കാണണമെന്ന് AIYF. വിഷയത്തിൽ സാമുദായിക ധ്രുവീകരണം നടത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാർ നീക്കം ചെറുക്കപ്പെടേണ്ടതാണെന്ന് സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറായിൽ സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ തൂക്കുപാലം അപകട ഭീഷണിയിൽ. പാലത്തിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു. 1957-ൽ പണിത തൂക്കുപാലത്തിൽ നിരവധി സഞ്ചാരികൾ ഒരേ സമയം പ്രവേശിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് പ്രദേശവാസികൾ. തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും എങ്ങുമെത്തിയില്ല. ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്ക് കൂടി. 3,10,787 പേരാണ് ഇന്നലെ വരെ തീർത്ഥാടനത്തിനെത്തിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1 ലക്ഷം തീർത്ഥാടകർ അധികമായി. കഴിഞ്ഞ വർഷത്തേക്കാൾ 4 കോടി രൂപയുടെ അധിക വരുമാനമാണ് ദേവസ്വത്തിന് ലഭിച്ചത്.
മലപ്പുറം അങ്ങാടിപ്പുറംകാർക്ക് കൗതുക കാഴ്ചയായി കുതിരകൾ. പ്രത്യേക വാഹനത്തിൽ രാജസ്ഥാനിൽ നിന്നും കഴിഞ്ഞ ദിവസം എത്തിയത് 30 കുതിരകളാണ്. പ്രവാസി വ്യവസായിയായ വിഘ്നേഷ് വിജയകുമാറാണ് പ്രത്യേക അനിമൽ ആംബുലൻസിൽ കുതിരകളെ ഇവിടെ എത്തിച്ചത്. കുതിര സവാരി കൂടുതൽ ജനകീയമാക്കുകയാണ് ലക്ഷ്യം. ഇടുക്കി മണ്ണ് സംരക്ഷണ ഓഫീസിന്റെ നേതൃത്വത്തിൽ വൃഷ്ടിപ്രദേശ സംരക്ഷണ സമിതിയുടെ യോഗവും ഏകദിന പരിശീലന പരിപാടിയും രാജാക്കാട്ടിൽ നടന്നു. ഭൂമി പുനഃസ്ഥാപിക്കുക, മരുഭൂമിവൽക്കരണം തടയുക, വരൾച്ചയെ പ്രതിരോധിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ പാളം മുറിച്ചു കടക്കവേ ട്രെയിൻ തട്ടി വിദ്യാർത്ഥിനി മരിച്ചു. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനി ദേവനന്ദയാണ് മരിച്ചത്. ചാത്തന്നൂർ സ്വദേശിനിയാണ്. പാസഞ്ചർ ട്രെയിൻ മയ്യനാട് സ്റ്റേഷനിൽ നിർത്തിയ സമയത്ത് ട്രെയിനിൽ നിന്നും മുന്നിലൂടെ ഉള്ള പാളം മറികടക്കുമ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന എക്സ്പ്രസ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. നെടുമങ്ങാട് കല്ലിയോട് അശ്വതി ഭവനിൽ അശ്വതിയുടെ വീടാണ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. വീട്ടിലെ ഇലക്ട്രോണിക് സാധനങ്ങളും പാത്രങ്ങളും കിണറ്റിലെ പമ്പ് സെറ്റും ഉൾപ്പെടെ 25,000 രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത്. 2 പേർ പിടിയിലായി. ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ കോതമംഗലത്ത് എക്സൈസ് പിടിയിൽ. കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തത്. അസം സ്വദേശികളായ 2 പേരാണ് അറസ്റ്റിലായത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തി. വയോമിത്രം പദ്ധതി പ്രതിസന്ധി പരിഹരിക്കുക, ജീവനക്കാരുടെ കരാർ കാലാവധി വെട്ടിക്കുറച്ച് നടപടി പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പണിമുടക്ക്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കോഴിക്കോട് റീജിയണൽ ഓഫീസിന് മുമ്പിൽ ധർണാ സമരവും സംഘടിപ്പിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ഡിസംബർ 1 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്നും യൂണിയൻ പ്രഖ്യാപിച്ചു. ശീതകാല അടച്ചുപൂട്ടലിന് മുന്നോടിയായി ബദ്രീനാഥ് ക്ഷേത്ര പരിസരത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബ്രഹ്മകപാൽ, അസ്തപാത, തപ്തുകുണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 1.5 ടൺ മാലിന്യമാണ് ശേഖരിച്ചത്. ബദ്രീനാഥ് നഗർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തികൾ. ഈ വർഷം മാത്രം 47 ലക്ഷം ഭക്തരാണ് ചാർധാം ദർശനത്തിന്റെ ഭാഗമായി ബദ്രീനാഥ്. രാജ്യത്തെ ആദ്യ നൈറ്റ് സഫാരി ഉത്തർപ്രദേശിൽ ഒരുങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. തലസ്ഥാനമായ ലക്നൌവിലാണ് നിർമ്മാണം ആരംഭിക്കുക. ലോകത്തിലെ 5ാമത്തെ നൈറ്റ് സഫാരി ആയിരിക്കും ലക്നൌവിൽ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച മാർഗരേഖ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സമർപ്പിച്ചു. 2026 ജൂണിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. CBSE 10+2 ക്ലാസുകളിലെ പൊതുപരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. പരീക്ഷകൾ 2025 ഫെബ്രുവരി 15 തുടങ്ങും. 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 18 +2 പരീക്ഷ ഏപ്രിൽ 4 അവസാനിക്കും. ആദ്യമായാണ് പരീക്ഷയ്ക്ക് 86 ദിവസം മുൻപേ തന്നെ തീയതി പ്രഖ്യാപിക്കുന്നത്. ICC T20 റാങ്കിങ്ങിൽ കുതിച്ച് തിലക് വർമ്മയും സഞ്ജു സാംസണും. 69 സ്ഥാനം മെച്ചപ്പെടുത്തിയ തിലക് വർമ്മ 3ാം സ്ഥാനത്തെത്തി. വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ 17 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 22ാം റാങ്കിലുമെത്തി. റാങ്കിങ്ങിൽ ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ആണ് 1ാം സ്ഥാനത്ത്. ഇംഗ്ലണ്ടിന്റെ ഫിൽ സോൾട്ട് ആണ് 2ാം സ്ഥാനത്ത്. ഒന്നുമില്ല, തോൽക്കാൻ പോകുന്നതിന്റെ പേടി. അതായത് നമുക്ക് കാൻഡിഡേറ്റ് പാസ് തരുന്നത്, കാൻഡിഡേറ്റിന് പാസ് ഉണ്ട്. കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് പോളിംഗ് സ്റ്റേഷനകത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത്. അപ്പൊ ഇവിടെ ലോങ് ക്യൂ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ വലിയ തോതിൽ UDFന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ നമ്മുടെ വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അപ്പൊ അവര് പരാതി പറഞ്ഞു. അപ്പൊ പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നു. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ തൊട്ടു മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നു. അന്നേരം BJPക്കാർക്ക് പ്രശ്നമില്ല. BJPയുടെ സ്ഥാനാർത്ഥി വരുന്നതിനകത്ത് BJPക്കാർക്ക് പ്രശ്നമില്ല. ഞാൻ അതെ. അപ്പൊ അതിനകത്ത് BJPക്കാർക്ക് കോൺഗ്രസ് കാൻഡിഡേറ്റ് വരുമ്പോൾ മാത്രം പ്രശ്നം, LDFന്റെ കാൻഡിഡേറ്റ് വരുമ്പോൾ പ്രശ്നമില്ല. ഇതാ ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ജനത ഒരു തടസ്സമില്ല. നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുകയും ചെയ്തു. ഉള്ളിൽ വെച്ച് അവർ പറയുന്നത് കാൻഡിഡേറ്റ് അകത്ത് കയറാൻ പാടില്ല. അപ്പം സ്വാഭാവികമായിട്ട് അകത്തുണ്ടായിരുന്ന UDFന്റെ ബൂത്ത് ഏജന്റ് ചോദിച്ചു, നിങ്ങളുടെ കാൻഡിഡേറ്റ് വന്നില്ലേ? അല്ല, ഞങ്ങളുടെ കാൻഡിഡേറ്റ് വരാം. അതെന്തിനാ? അവരുടെ കാൻഡിഡേറ്റ് വരാം.
UDF കാൻഡിഡേറ്റ് വരാൻ പറ്റില്ല. നമുക്ക് കാൻഡിഡേറ്റിന്റെ പാസ് തരുന്നത് തന്നെ ഇവിടെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പാസ് തരുന്നത്. എല്ലാവർക്കും കയറാൻ കഴിയില്ലല്ലോ. പോളിംഗ് ഏജന്റ്, കാൻഡിഡേറ്റിന്റെ ഏജന്റിനും അതുപോലെ തന്നെ കാൻഡിഡേറ്റിനുമാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോകാൻ കഴിയുന്നത്. ഇത് പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഇപ്പൊ ഇവിടെ നിൽക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും UDFന്റെ വോട്ടർമാരാണ്. അപ്പൊ ഇവര് വിചാരിക്കുന്ന കുറച്ചൊന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ ഈ ആളുകൾ വോട്ട് ചെയ്യാതെ പോകും. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളുകളല്ലല്ലോ, അല്ലേ? അങ്ങനെയൊക്കെ ഒരു മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അവരങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ വോട്ടർമാരെ പിരിച്ചുവിടാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുന്ന ആളുകളാണോ അവര്? അങ്ങനെ തിണ്ണമിടുക്ക് കാണിച്ചു കഴിഞ്ഞാൽ മാറുന്ന ആളുകളാണോ വോട്ടർമാർ? അങ്ങനൊന്നുമില്ല. ഇവിടെ അവരെന്നിട്ട് സംഘടിച്ച് നിൽക്കുകയാണ്. പോളിംഗ് സ്റ്റേഷനകത്ത് ഒരു ബൂത്ത് ഏജന്റല്ലേ പറ്റൂ. ഇവർക്ക് എല്ലാവർക്കും കൂടെ കയറാൻ എന്താ അവകാശമുള്ളത്? കാൻഡിഡേറ്റിനകത്ത് കയറാൻ പറ്റില്ല. അതായത് LDF കാൻഡിഡേറ്റ് കയറാം, BJP കാൻഡിഡേറ്റ് കയറാം, UDF കാൻഡിഡേറ്റ് കയറാൻ പറ്റില്ല എന്ന് BJPയുടെ ആളുകൾ പറയുകയാണ്. അതെന്ത് ന്യായമുള്ളത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മുനിസിപ്പാലിറ്റി കയ്യിലുള്ളതിന്റെ രാഷ്ട്രീയ അഹങ്കാരം ഇത്രയാണെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ രാഷ്ട്രീയമായിട്ടല്ല, ഈ ഇത്രയും നിൽക്കുന്ന വോട്ടർമാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ വോട്ടർമാര് മറ്റ് കാൻഡിഡേറ്റുകൾ വന്നത് കണ്ടതല്ലേ. അപ്പൊ ഈ വോട്ടർമാരോട് ഗുണ്ടായിസമാണ് ഭാഷ, ഗുണ്ടായിസമാണ് ഭാഷ, അറിയാവുന്ന ഭാഷ ഉപയോഗിക്കുന്നു. അപ്പൊ അതിനുള്ള മറുപടി കൂടിയായിരിക്കും 20-ാം തീയതി ഇന്ന് രേഖപ്പെടുത്തി 23-ാം തീയതി കിട്ടുന്നത്. 23-ാം തീയതി ജനങ്ങൾ തന്നെ ബൂത്തിൽ ഞാൻ അകത്ത് പോയിട്ട് സംസാരിച്ചു. ഒന്ന് നമുക്ക് അകത്ത് കയറാം, അകത്ത് കയറി സംസാരിക്കുന്ന ന്യായമായ വിഷയം. എന്നാൽ ഇവർക്ക് ആർക്കും ഈ ഡിലേ പരിഹരിക്കണം എന്നില്ല. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് ആ വിഷ്വൽ കാണിക്കൂ, നിങ്ങൾ ആ വിഷ്വൽ കാണിക്കൂ. ഒരു 300 പേര് ഇവിടെ 2 സൈഡിലായിട്ട് ക്യൂ നിൽക്കുകയാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കണം എന്നില്ല. 300 പേര്, 300 മനുഷ്യന്മാര് അവര് 3-4 മണിക്കൂറായിട്ട് ഇവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ്. ഈ നിമിഷം വരെ അവർക്ക് അതിനകത്ത് ഇടപെടണ്ട. ഒരാൾ ഇടപെടാൻ വേണ്ടി താങ്ക് യു ഹരി. രാവിലെ തുടരുകയാണ്. മറക്കരുത് വയനാടിനെ. മൊറട്ടോറിയം പ്രഖ്യാപനം കൊണ്ട് വയനാട്ടിലെ ബാങ്ക് വായ്പാ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ലെന്ന ദുരന്തത്തിനിരയായവർ. മൊറട്ടോറിയത്തിന്റെ കാലയളവ് കഴിഞ്ഞാൽ പലിശയടക്കം പിന്നീട് തിരിച്ചടക്കേണ്ടി വരും. സർവ്വസ്വത്തുക്കളും ഉപജീവന മാർഗവും ഇല്ലാതെയായ യൂസഫ് വായ്പ എങ്ങനെ ഇത് തിരിച്ചടയ്ക്കുമെന്ന ചോദ്യമുന്നയിക്കുന്ന പലരിൽ ഒരാളാണ്. Good morning, teachers and all my dear friends. Today I would like to speak a few words about the importance of water. There is a famous saying, if you save water, water will save you. All living things on earth need water. Life without water can be never imagined. Human beings and all other animals cannot be survive without water. Planets also need water to grow and survive. 1-ാം ക്ലാസ്സുകാരി റിഷ മെഹബിൻ വെള്ളത്തിന്റെ ശക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് ഒരുപക്ഷെ ഉപ്പൂപ്പ യൂസഫിനും ഉമ്മുമ്മ സൂറാബിക്കും മനസ്സിലായിരിക്കണമെന്നില്ല. പക്ഷേ എല്ലാം തകർത്തെറിയുന്ന വെള്ളത്തിന്റെ രൗദ്രഭാവത്തെക്കുറിച്ച് ഇവർക്കല്ലാതെ മറ്റാർക്ക് പറയാനാകും? ദുരന്തം നടന്ന രാത്രി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യൂസഫ്. അക്കാരണം കൊണ്ടാണ് അദ്ദേഹവും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടത്. ദിവസങ്ങൾക്കപ്പുറം വീട് നിന്ന ഇടത്തുനിന്ന് ലഭിച്ച പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മുസല്ലയും കുറച്ച് രേഖകളും പോലീസ് അവർക്ക് നൽകി. 40 വർഷത്തോളം ചൂരൽമലയിൽ അവർ താമസിച്ചു എന്നതിന്റെ ഏകരേഖ. ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് സ്വന്തമായി വീടെന്ന സ്വപ്നം പൂർത്തിയാക്കിയത്. കിണർ വൃത്തിയാക്കുന്ന ജോലിയാണ് യൂസഫിന്. ജോലി സാമഗ്രികളും സ്കൂട്ടറുമെല്ലാം ഉരുൾപൊട്ടലിൽ നഷ്ടമായി. ഇനി എന്തു ചെയ്യുമെന്നറിയില്ല. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ഇലക്ഷന്റെ പിറ്റേന്നും ഇലക്ഷൻ്റെ ഇങ്ങനെ രണ്ടാളും കൂടി പോയി. അവിടെ ഇലക്ഷന്റെ പിറ്റേന്നും പോയിട്ട് പുഴയെ കൂടെ ഇങ്ങനെ നടക്കുക. എൻ്റെ വണ്ടി എവിടെയും കിട്ടുമോ എന്നില്ല. വണ്ടി എൻ്റെ അരിപ്രശ്നമായിരുന്നു സാറേ. ബൈക്കൊരു 2 വീലർ ഉണ്ടായിരുന്നു. അതെൻ്റെ അരിപ്രശ്നമായിരുന്നു സാറേ. അത് ഞാൻ അതുകൊണ്ട് മാത്രം പണിക്ക് പോകുന്നത്. ഞാൻ അതിലായിട്ട് പിക്കാസ്, ഞാൻ പറഞ്ഞ സാറേ, കുളങ്കോരി, കൊട്ട, ടിന്ന്, കയറ് എല്ലാ സാധനവും വെച്ച് കെട്ടി രാവിലെ എണിച്ചാൽ ഞാൻ എല്ലാ വീടുകളിൽ കൂടെ കിണർ കഴുകാൻ, ഇങ്ങനെ ഫിറ്റ് ആങ്കി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയത് കുത്തിക്കൊടുക്കുക, ഇങ്ങനത്തെ പഠിക്കുക. എൻ്റെ കൂടെ വേറെ 3-4 ആളും ഉണ്ട്. ഞങ്ങളിങ്ങനെ അതിൽ നടക്കുന്നത് സാർ. അപ്പോൾ വണ്ടി പോയത് വലിയ കഷ്ടത്തിലാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വായ്പയെടുത്താണ് വീട് നിർമ്മിച്ചത്. 2 ലക്ഷത്തിലധികം രൂപ ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട്. നിലവിൽ മൊറട്ടോറിയത്തിന്റെ സാവകാശമുണ്ടെങ്കിലും ഇതെല്ലാം തിരിച്ചടക്കേണ്ടി വരുമെന്ന് ഉറപ്പാണെന്നും യൂസഫ്. അത് വലിയ പ്രശ്നമില്ല. അപ്പം മൊറട്ടോറിയം ഇതൊക്കെ കിട്ടുമെന്ന് പ്രശ്നമില്ല. പക്ഷെ നമ്മളിനിപ്പോൾ അത് കൊണ്ടുപോയിട്ട് മൊറട്ടോറിയം കഴിഞ്ഞ് ഒന്നിച്ചടക്കണം. 19 ഇങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയതാണ്. കാരണം 19 6 മാസമോ 8 മാസമായിട്ട് ഇതുവരെ മൊറട്ടോറിയൊക്കെ ഒന്ന് ബാങ്കുകാർ ചോദിച്ചില്ല. ഇത് കഴിഞ്ഞ പാട് 8 മാസം കഴിഞ്ഞ പാട് ഒരു കടലാസ് കൊണ്ടുപോയിട്ടുണ്ട് ചുമരിൽ ഒട്ടിച്ചിട്ട്. ഒരു കടലാസ് കൊണ്ടുപോയിട്ട് ബാങ്ക്
സംബന്ധിച്ചിട്ടുണ്ട്. അതിപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിൻ്റെയൊക്കെ സ്ഥിതി അതേ സ്ഥിതിയായിരിക്കും. കാരണം ഈ മൊറട്ടോറിയം കൊണ്ട് നമ്മൾ തൽക്കാലം കടത്തിൻ്റെ മുകളിൽ കടം പിന്നെയും ആക്കുകയാണെന്നല്ലേ ഉള്ളൂ. പലിശ വീണ്ടും കീടല്ല സാർ. അപ്പോൾ ബാങ്കുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല സാർ. അവർ കിട്ടാവുന്ന ഏത് വഴിയൊക്കെ ഉണ്ടോ അതൊക്കെ അവർ നോക്കും. പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ ആശങ്കകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പഴയ പോലെ ജോലി ചെയ്യാനാകുമോ എന്നും അറിയില്ല. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ മുന്നിൽ വഴിയൊന്നുമില്ല. കേന്ദ്ര ഇടപെടലില്ലാതെ ഇക്കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നൽകിയ പ്രതീക്ഷ വെറുതെയാകുമോ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. പ്രധാനമന്ത്രി വന്നപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, എന്തെങ്കിലും നമ്മുടെ കേരളത്തിന് കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷ. എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ മങ്ങിക്കിടക്കുകയാണ് സാറേ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കണം. നമ്മൾ ഇന്ത്യക്കാരല്ല സാറേ, അപ്പം നമുക്ക് പ്രഖ്യാപിക്കണം. നമുക്ക് കിട്ടാൻ നമ്മൾ കേരള അതിലൊരു സ്റ്റേറ്റ് അല്ലേ, നമുക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് സാറേ. എന്തെങ്കിലും തരും എന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇത് ഇവരുടെ മാത്രമല്ല, ദുരന്തത്തിനിരയായ വയനാട്ടിലെ സാധാരണക്കാരെല്ലാം പങ്കുവയ്ക്കുന്ന ഒരാശങ്കയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന എംപിമാരുടെ യോഗം ഇന്ന്. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ രാവിലെ 11 മണിക്കാണ് യോഗം. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിലടക്കം കൈക്കൊള്ളേണ്ട നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് കേന്ദ്രം വാഗ്ദാനം നൽകിയ സഹായം പൂർണ്ണമായി ലഭ്യമാകാത്ത സാഹചര്യവും വിലയിരുത്തും എന്നാണ് സൂചന. സ്ഥലത്തില്ലാത്തതിനാൽ ശശി തരൂർ MP ഒഴികെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മലയാളി കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് 7 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കുന്താപുര ഉടുപ്പി ദേശീയപാതയിൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിന് മുൻവശത്തായിരുന്നു അപകടം. പയ്യന്നൂർ കാര സ്വദേശികളായ ചിത്ര, അനിത എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിൽ മീൻ ലോറി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ മണിപ്പാലും വിവിധ ആശുപത്രികളിലുമായി പ്രവേശിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഇന്നോവ കാർ പൂർണ്ണമായും തകർന്നു. ഇനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് ന്യൂസ് 18. പാർത്ഥന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മനുവിന്റെയും ദീപ്തിയുടെയും മകനാണ്. കരുനാഗപ്പള്ളി സ്വദേശിയാണ് പാർത്ഥൻ. പാർത്ഥന് ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തായാലും നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സാപ്പ് ചെയ്യേണ്ട ഫോമാറ്റ് ഇതാണ്. നിങ്ങളുടെ സ്പെഷ്യൽ ഡേ, പേര്, ഒപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ. UDF ശക്തി കേന്ദ്രങ്ങളിൽ തനിക്ക് അനുകൂലമായി വോട്ട് മറിഞ്ഞെന്ന LDF സ്ഥാനാർത്ഥി സരിൻ 40,000 വോട്ടുകൾ ഉറപ്പാക്കി. ഫലം എന്തായാലും ഇടതുപക്ഷത്തിനൊപ്പം ഇനി അടിയുറച്ചുണ്ടാകുമെന്നും സരിൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇടതു സ്ഥാനാർത്ഥി സരിൻ നമുക്കൊപ്പം ചേരുകയാണ്. തിരക്കിട്ട കുറെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചും സംഘർഷ കാലാവസ്ഥ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നു മുതലേ ഒരു ശാന്തതയാണ്. ഇനിയുള്ള റൊട്ടീൻ എങ്ങനെയാണ്? ശബ്ദത്തിനുള്ള വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അത് കഴിഞ്ഞ 3 ആഴ്ചയും അസാധ്യമായൊരു കാര്യമായിരുന്നു. ഇന്നും നാളെയെങ്കിലും കംപ്ലീറ്റ് വോയിസ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് 6:45 മുതൽ ഓരോരുത്തരായി ബൈറ്റിന് വേണ്ടി വരുന്നത്. മാധ്യമ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് പ്രേക്ഷകരിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഒരു വഴി കൂടിയായതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാനും സാധിക്കില്ല. വളരെ പ്രതീക്ഷയിലാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ കിട്ടിയ ഫീഡ്ബാക്ക്, ബൂത്തുകളിലേക്ക് ഓടി എത്താൻ പറ്റിയതിൽ നിന്ന് അവർ ക്യൂ നിൽക്കുന്നവർ ഞാൻ വോട്ട് ചെയ്ത് വരുന്നവരെയാണ് കൂടുതൽ വിഷ് ചെയ്തത്. അവരുടെ മുഖഭാവത്ത് നിന്ന് റീഡ് ചെയ്യാൻ പറ്റുക. ഞാൻ വിഷ് ചെയ്യുമ്പോൾ അതിനോട് താല്പര്യമില്ലാതെ പോകുന്ന ഒരാളാണെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. ചേടാ, ഈ മനുഷ്യൻ എന്താ ഇപ്പൊ വന്നിട്ട് വോട്ട് ചെയ്തൂലേ, ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ അല്ലേ വന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ആത്മാർത്ഥത ഉത്തരം നൽകാനില്ലെങ്കിൽ ആ വോട്ട് ചെയ്തത് നമുക്കല്ല.
പക്ഷേ പകുതി മനുഷ്യരുടെ മുഖത്ത് പ്രതീക്ഷയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവായിരുന്നു. പകുതി മനുഷ്യർ പോലും ഇല്ലായിരുന്നു നമ്മളെ നിരാശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനോട് ചിരിച്ചെങ്ങനെ ഒതുങ്ങി നിന്നവർ. അതിന്റെ അർത്ഥം പോൾ ചെയ്തതിൽ പകുതി വോട്ട് എന്തായാലും നമ്മളിലേക്ക് വരുമെന്നാണ്. പകുതി വോട്ട് വന്നില്ലെങ്കിൽ പോലും കംഫർട്ടബിളായി ജയിക്കാനുള്ള വോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് അത് എവിടുന്ന് കൊണ്ടുവരുന്നു, എങ്ങനെ കുറഞ്ഞു? ഇപ്പം 3 മുന്നണി നേതൃത്വങ്ങളും ഞങ്ങളുടെ വോട്ടുകൾ സേഫ് ആയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളെയൊക്കെ ഈ പോളിംഗിന്റെ ഒരു കുറവ് ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്? LDF അതൊരിക്കലും ആശയക്കുഴപ്പത്തിലാക്കില്ല. മാത്രമല്ല UDF-ഉം BJP-യും പോളിംഗ് കുറഞ്ഞതിന്റെ അപകടം 23-ാം തീയതി മനസ്സിലാക്കും. 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. എങ്ങനെയാണ് സ്വന്തം വോട്ട് അവനവനെ ലഭിക്കാതെ പോയത് എന്നുള്ള ആശ്ചര്യപ്പെടുത്തുന്ന വിലയിരുത്തലിലേക്ക് അവർ പോകേണ്ടി വരും. ഞാൻ അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുന്നു, LDF-ന് കൃത്യമായി കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകൾ 40,000 ആണ് എന്നുള്ള അസസ്മെന്റ് ഉണ്ടായിരുന്നു. പഴയ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ പാർലമെന്റിൽ പോലും 36,000 വോട്ടുണ്ട്. 35,000 വോട്ട് തൊട്ട് മുൻപേ ഉണ്ട്. അപ്പോൾ 4,000-ഓളം വോട്ടുകളിൽ വന്ന കുറവുണ്ടായിരുന്നു. അത് പക്ഷേ പോൾ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ വോട്ടുകളാണ്. 40,000 സേഫ് രാഷ്ട്രീയ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര ചിഹ്നത്തിലാണെങ്കിൽ പോലും കൃത്യമായി അമ്മമാരും പ്രായമേറിയവരും ഏറെയുള്ള വോട്ടർമാരുടെ ബേസാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വോട്ട് എന്ന് പറയുന്നത്. അതാണ് വോട്ട് പെട്ടിയിലായ ശേഷമുള്ള ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. നമുക്കിനി ഒരു നല്ല കാഴ്ചയിലേക്ക്, ഒരു കൗതുക കാഴ്ചയിലേക്ക് പോകാം. മലപ്പുറം അങ്ങാടിപ്പുറത്തേക്ക് പ്രത്യേക വാഹനത്തിൽ രാജസ്ഥാനിൽ നിന്നും കഴിഞ്ഞ ദിവസം എത്തിയത് 30 കുതിരകളാണ്. പ്രവാസി വ്യവസായിയായ വിഘ്നേഷ് വിജയകുമാറാണ് പ്രത്യേക അനിമൽ ആംബുലൻസിൽ കുതിരകളെ ഇവിടെ എത്തിച്ചത്. ഈ റിപ്പോർട്ടോടെ രാവിലെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. അങ്ങാടിപ്പുറംകാർക്ക് ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. കുതിരകളെ പ്രത്യേക വാഹനത്തിൽ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരിക. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും കേരളത്തിലേക്ക് ഇത്രയുമധികം കുതിരകളെ ഒന്നിച്ചു കൊണ്ടുവരുന്നത്. രാജസ്ഥാനിൽ നടക്കുന്ന പുഷ്കർ മേളയിൽ നിന്നാണ് വിഘ്നേഷ് വിജയകുമാർ കുതിരകളെ വാങ്ങിയത്. ഇത് ആദ്യമായല്ല ഇദ്ദേഹം കുതിരകളെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന 30 എണ്ണം കൂടി ചേർക്കുമ്പോൾ 63 കുതിരകളാകും അദ്ദേഹത്തിന്റെ കൈവശം. എന്തിനാണ് കുതിരകളെ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. മെയിനായിട്ട് ഇതിന്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ പല കാര്യങ്ങളിലായിട്ടും മനസ്സ് കുഴപ്പം, എല്ലാവരും മൊബൈൽസ് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യന്റെ മനസ്സിനെ ഒരു ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇതിനെ എന്താ പറയുക, ഒരു വേറൊരു ലൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ജീവിയാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോൾ കുതിരയും അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്ങും അറിയുന്നതന്നെ ഒരു വലിയ ഇതാണ്. കാരണം ഒരു ബോണ്ടേജ് ബിറ്റ്വീൻ എ ഹോഴ്സ് ആൻഡ് മാൻ എന്ന് പറയുന്നത് വളരെയധികം മനസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും മറ്റുള്ള പല രീതിയിലേക്ക് കുട്ടികളെ ചേഞ്ച് ആവാതിരിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആശയം കൂടി വെച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഞാനിപ്പോൾ ഇത്രയധികം കുതിരകളെ കൊണ്ടുവന്നത്. കുതിരസവാരി കൂടുതൽ ജനകീയമാക്കുവാനും ഇതിനെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാനും ചില പദ്ധതികളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. നമുക്കിതിന്റെ ഹോഴ്സ് റൈഡിങ്ങും അതേപോലെ തന്നെ എൻഡ്യൂറൻസിന്റെ ചില കാര്യങ്ങളും കേരള ടൂറിസത്തിന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടമാനം ഹോഴ്സ് ഷിപ്സുള്ള യൂറോപ്യൻസ് ഇവിടെ വരുന്നുണ്ട്. നല്ല നല്ല ഏരിയാസ് നമുക്കുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ ടൂറിസം ഡെവലപ്മെന്റിനും വളരെയധികം സാധ്യത കാണുന്ന ഒരു ഫീൽഡാണ് ഈ ഫീൽഡ്. മാർവാരി, നുക്ര എന്നീ ഗണത്തിൽപ്പെട്ട വിവിധ ഇനം കുതിരകളെയാണ് വിഘ്നേഷ് വാങ്ങിയിരിക്കുന്നത്. ലക്ഷങ്ങളാണ് പല കുതിരകളുടെയും വില. കുതിരകളെ അങ്ങാടിപ്പുറത്തെ മീൻകുളത്തേക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ച ശേഷമാണ് ഫാമിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ ഗുരുവായൂർ അമ്പലത്തിൽ കാണിക്കയായി സമർപ്പിച്ച താർ ലേലത്തിലെടുത്തും അമ്പലത്തിനു വേണ്ടി പുതിയ മുഖമണ്ഡപം സമർപ്പിച്ചും വിഘ്നേഷ് വിജയകുമാർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം.